ഒന്നാമതായിട്ട് ഇന്ന് സഭകളിൽ വളരെയധികം ഇല്ലാതെ പോയ ഒരു ഉപദേശമാണ് വീണ്ടും ജനിക്കുന്നത് എങ്ങനെ എന്നുള്ളത്. എന്തിനാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്? എന്താണ് ദൈവം നമുക്ക് തരുന്ന ആ ജീവൻ? പുതിയ ജീവന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? നമ്മൾ ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ ക്രിസ്തു നമ്മിലും നാം അവനിലും വസിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ പെന്തക്കോസ് തലമുറ ഏറ്റവും അധികം ബാധിക്കുന്ന, അല്ലെങ്കിൽ അവരെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അവിശ്വാസമാണ്. അവിശ്വാസം, ദൈവാശ്രയം നഷ്ടപ്പെടുന്ന അവസ്ഥ, സ്വന്തമായ തത്വചിന്തകളിലേക്ക് തിരിയുന്ന അവസ്ഥ. എന്താണ് ഈ പുതിയ ജീവൻ എന്ന ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ ഞാൻ നിങ്ങളോട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് പറയാതെ നമുക്കൊരിക്കലും ആ റിക്കവറിയുടെ വഴി കാണിക്കാൻ കഴിയുകയില്ല. നമുക്ക് വേണമെങ്കിൽ ഈ പ്രോബ്ലംസിനുള്ള സൈക്കോളജിക്കലായിട്ട് അഡ്രസ് ചെയ്യാം. ഐ എം നോട്ട് എ സൈക്കോളജിസ്റ്റ്, ഒരു കൗൺസിലർ. ഞാനൊരു ബൈബിൾ പേഴ്സൺ ആണ്. എനിക്ക് ബൈബിൾ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രോബ്ലംസിന് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന സൊല്യൂഷൻ എന്താണ്? കാരണം ദാറ്റ് വിൽ ഓൾവേസ് ബി എ ബെറ്റർ സൊല്യൂഷൻ. ആത്മാവ് തരുന്നതായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, അതുകൊണ്ട് ആത്മാവ് നമ്മെ നയിക്കുന്ന ജീവനിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കുറച്ചു നേരത്തേക്ക് തിരിക്കാം. ഇതിനകത്ത് ഇത് പറഞ്ഞു വരുമ്പോൾ ഈ സ്ത്രീധനത്തെ കുറിച്ചുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ വരും. അതുപോലെ മറ്റ് അഡിക്ഷൻസിനെ കുറിച്ചുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരും. കാരണം വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ സൊല്യൂഷൻസ് ആൻഡ് ദെൻ അനലൈസിങ് വാട്ട് ഹാപ്പൻ ടു us. നമ്മൾ സൊല്യൂഷനിൽ നിന്ന് ആരംഭിച്ചിട്ട് പ്രോബ്ലംസ് എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ഐ തിങ്ക് ദാറ്റ് വിൽ ബി എ ബെറ്റർ വേ ടു അപ്രോച്ച് ദ ഹോൾ തിങ്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ നമുക്ക് പ്രോമിസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന്റെ ജീവനാണ്. എ ന്യൂ ലൈഫ്, പുത്രന്റെ ജീവൻ. പുത്രൻ ജീവിക്കുന്ന ജീവൻ. ഒരു മകൻ എങ്ങനെ ജീവിക്കണം? മകന്റെ ജീവൻ, യേശുക്രിസ്തുവിന്റെ ജീവൻ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ നിക്കോദെമോസിനോട് പറഞ്ഞ വാക്കുകളിൽ നിന്ന് ആരംഭിക്കും. നിക്കോദെമോസിനോട് കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 3-ല് നമ്മൾ വായിക്കുന്നത്, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറയും. അപ്പോൾ പുതുതായി ജനിക്കുക എന്ന് പറയുന്നത് 2 കാരണങ്ങളാൽ നടക്കുമെന്നാണ്, 2 ഏജന്റുകളാൽ നടക്കുമെന്നാണ് അവിടെ പറയുന്നത്. അതെന്താണ്? നിക്കോദെമോസ് അവനോട് ചോദിച്ചു, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്ന എങ്ങനെ രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ എന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയുകയില്ല. അടുത്ത വാക്യം, ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാകുന്നു. അപ്പൊ വെള്ളത്താലും ആത്മാവിനാലും നാം വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിക്കോദെമോസിന് മനസ്സിലായില്ല. നിക്കോദെമോസ് ചോദിച്ചു, ഇത് എങ്ങനെയാണ് വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞപ്പോൾ. അപ്പൊ കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യാണ്, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ഒന്നുകൂടി ജനിക്കുകയല്ല, വെള്ളത്തിന്റെ അനുഭവത്തിലൂടെയും ആത്മാവിലൂടെയും നീ വീണ്ടും ജനിക്കണം. ദാറ്റ് മീൻസ് വാട്ടർ ആൻഡ് സ്പിരിറ്റ്. അപ്പോൾ ഇത് വചനത്താൽ എന്ന് നമ്മൾ ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. തികച്ചും ശരിയായൊരു വ്യാഖ്യാനം തന്നെയാണ്. വചനം, തീർച്ചയായിട്ടും വചനത്താലാണ് നമ്മൾ വീണ്ടും ജനിച്ചതെന്ന് വാക്യമുണ്ട്. പക്ഷെ ഇവിടെ വെള്ളമെന്ന് പറയുന്നതിനകത്ത് വേറൊരു അർത്ഥമുണ്ട്. വെള്ളത്താലും ആത്മാവിലും നിക്കോദെമോസിനോട് പറയുമ്പോൾ നിക്കോദെമോസിന്റെ കർത്താവ് പറയുന്നത് ആ വെള്ളം വേറൊരു ആശയത്തിലാണ് പറയുന്നത്. അതെന്താണ്? 6-ാം വാക്യത്തിൽ പറയുന്നത്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്. അപ്പൊ ജഡത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല? ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ സാധിക്കില്ല.
അപ്പൊ ജഡത്താൽ ജനിച്ച ജഡത്തിന് എന്ത് സംഭവിക്കണം? മരണം സംഭവിക്കണം. ദാറ്റ് ഹാസ് ടു ബി കട്ട് ഓഫ്. ആത്മാവിൽ ജനിച്ചത് മാത്രമാണ് ആത്മാവ്. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഓക്കെ. നിക്കോദെമോസ് അവനോട് 9-ാം വാക്യം, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും ഇത് അറിയുന്നില്ലയോ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത്, നിക്കോദെമോസിനോട് കർത്താവ് ചോദിക്കുകയാണ്, നീ ഇസ്രായേലിന്റെ ടീച്ചറായിട്ടും നിനക്ക് വീണ്ടും ജനിക്കുന്ന എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ എന്ന് പറഞ്ഞാൽ, ഈ വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ ആരറിയണമായിരുന്നു? ഇസ്രായേലിന്റെ ടീച്ചേഴ്സ് അറിയണമായിരുന്നു. അവരത് പഠിപ്പിച്ചില്ല, അവരത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ പഴയ നിയമത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു വാക്യത്തെ കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. അത് യെഹെസ്കേലിന്റെ പുസ്തകം 36-25 മുതലുള്ള വാക്യങ്ങളാണ്. 25-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. കല്ലായുള്ള ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ? ഇപ്പൊ വിസ്മയം എല്ലാം ഓർമ്മ വന്നില്ലേ? കല്ലായുള്ള ഹൃദയം ആര് നീക്കണം? ദൈവം നമ്മളിൽ നിന്ന് നീക്കി മാംസമായ ഒരു ഹൃദയം നമുക്ക് തരും. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. വെള്ളത്താൽ നമ്മൾ കഴുകപ്പെടുകയും ആത്മാവിനാൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. ഈ വെള്ളത്താലുള്ള കഴുകൽ, വാഷിംഗ് ഓഫ് റീജനറേഷൻ എന്ന് പറയുന്ന കാര്യം തിത്തോസിന്റെ ലേഖനത്തിൽ നമുക്ക് അത് തന്നെ കാണാം. തിത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇതേ വാക്യം അവിടെ റിപ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ അതിങ്ങനെയാണ്. 5-ാം വാക്യവും 6-ാം വാക്യവും വായിക്കുമ്പോൾ 6-7 5-6-7 അവൻ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഈ പുനർജനന സ്നാനം എന്നുള്ളത് ഇറ്റ്സ് നോട്ട് അബൌട്ട് സ്നാനം, അത് ഇംഗ്ലീഷിൽ പറയുന്ന വാഷിംഗ് ഓഫ് റീജനറേഷൻ എന്നാണ്. അതായത് നമ്മൾ വീണ്ടും ജനിക്കുന്നതിന് വേണ്ടിയുള്ള കഴുകൽ. ഈ വാക്യങ്ങളെല്ലാം നമ്മുടെ വീണ്ടും ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. റീജനറേഷൻ, വാഷിംഗ് ഓഫ് റീജനറേഷൻ. അപ്പൊ കർത്താവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ പഴയ സ്പിരിച്വൽ സർക്കംസിഷൻ, അതായത് പഴയതിനെ മുറിച്ചു മാറ്റുന്നു, കഠിനമായതിനെ ദൈവം മുറിച്ചു മാറ്റും. ജഡത്തിൽ ആശ്രയിക്കുന്ന ലൈഫ്, നമ്മുടെ പഴയ ജീവിതത്തെ കർത്താവ് എടുത്തു മാറ്റുന്നു, ക്രൂശിൽ തറയ്ക്കുന്നു, ഇല്ലാതെയാക്കുന്നു. അതാണ് ആത്മീയ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പുതിയതും പഴയതും ഒന്നിച്ചല്ല, പഴയതിനെ മുറിച്ചു മാറ്റിയാണ് പുതിയത് കർത്താവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, പഴയ തുണിയോട് ചേർത്ത് പുതിയ തുന്നുകയല്ല, സകലതും പുതിയതാക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. നമ്മളെ നന്നാക്കാൻ ശ്രമിക്കുകയല്ല, പഴയതിനെ നീക്കി പുതിയതിനെ സ്ഥാപിക്കുകയാണ് കർത്താവ് ഓരോ മനുഷ്യനും ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്നതാണ് എന്താണ് ആത്മീകമായ സർക്കംസിഷൻ, പരിച്ഛേദന. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നതും ദൈവത്തിന്റെ ആത്മാവിനെ ആരാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ജഡത്തിന്റെ പരിച്ഛേദന, പഴയ ജീവിതത്തിന്റെ പരിച്ഛേദന, മുറിച്ചു മാറ്റും, കട്ടിങ് ഓഫ് ദ ഓൾഡ് ഫ്ലഷ്. എന്താണ് ഈ കട്ടിങ് ഓഫ് എന്ന് പറയുന്നത്? നമ്മുടെ കഠിന ഹൃദയത്തെ എങ്ങനെയാണ് കർത്താവ് മാറ്റുന്നത്? നമ്മൾ ഒത്തിരി നന്നാകാൻ ശ്രമിച്ചിട്ട് തോറ്റുപോയ ആൾക്കാരൊക്കെ ഇവിടെ കാണുന്നു. നാളെ മുതൽ നന്നായിട്ട് ജീവിക്കുന്ന വിചാരിച്ചിട്ട് തോറ്റുപോയവര്, ഇപ്പൊ മുതൽ എന്ന് പറഞ്ഞ് കരഞ്ഞവര്, 2 ആഴ്ച കഴിയുമ്പോൾ കരഞ്ഞ കാര്യം പോലും ഓർക്കാതിരിക്കുന്നു. എത്രയോ വർഷം പാപത്തോട് പോരാടി പിന്നെയും തോറ്റു, ഇപ്പോഴും പോരാട്ടത്തിന്റെ പുറകിലത്തെ ബെഞ്ചിലിരിക്കുന്നവര്. എന്താ സംഭവിക്കുന്നറിയോ? ഈ പഴയ ജഡത്തിന് ഒരിക്കലും നന്നാകാൻ പറ്റത്തില്ല.
അത് ക്രൂശിൽ തറയ്ക്കപ്പെടണം, മരണത്തിന് ഏൽപ്പിക്കപ്പെടണം. ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വെളിപ്പെടുമാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവൻ എന്ന് പറയുന്നത് ആത്മാവിനാൽ സംഭവിക്കുന്നതാണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള ജീവനുണ്ട്. ഒന്ന് ആത്മാവിനാലുള്ളതും മറ്റൊന്ന് നമ്മുടെ ജഡത്താലുള്ളത്. ജഡത്താലുള്ളതെല്ലാം ജഡമാണ്, ആത്മാവിനുള്ളതെല്ലാം ആത്മാവാണ്. സോ എപ്പോഴും നമ്മുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ട്, ഐദർ ബൈ ദ ഫ്ലഷ് ഓർ ബൈ ദ സ്പിരിറ്റ്. നമ്മൾ വിചാരിക്കുന്ന ഒരു ജഡജീവിതം എന്ന് പറയുന്നത് അത്ര മോശം കാര്യമല്ല. കാരണം അതിനകത്ത് ഒത്തിരി നല്ല അംശങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് ഈ ജഡജീവിതത്തിൽ നല്ല അംശങ്ങൾ ഉണ്ടായത്? നമുക്ക് ആ ഒരു സാൽവേഷന്റെ ആ മെക്കാനിസം മനസ്സിലാക്കാൻ എന്നെ ഒന്ന് കോഹോസ്റ്റ് ആക്കാമോ? അല്ലെങ്കിൽ ഈ സാഹചര്യത്തിന്റെ നമ്മുടെ രക്ഷയുടെ ആ മെക്കാനിസം മനസ്സിലാക്കുവാൻ ഓക്കെ, നമുക്ക് എന്താണ് നമുക്ക് സംഭവിച്ചതെന്ന് ഒരു നിമിഷം കൊണ്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമ്മുടെ പാപം എവിടെയാണ് കിടക്കുന്നത്, അതിന്റെ റൂട്ട് എവിടെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാനൊരു ചെറിയ പിക്ചർ നിങ്ങളുടെ മുമ്പിൽ വരയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു മനുഷ്യന്റെ ഇമേജ് ആണ് വരയ്ക്കാൻ പോകുന്നത്. ഇത് കണ്ടിട്ട് മനുഷ്യനായിട്ട് തോന്നിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, മനുഷ്യനായിട്ട് തോന്നാൻ സാധ്യതയില്ല. ഇതാണ് ഒരു മനുഷ്യൻ, കണ്ടല്ലോ എല്ലാവരും? ഓക്കെ, ഇതെങ്ങനെയാണ് മനുഷ്യനാകുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ഇത് നമ്മള് ബോഡി, ഇത് സോൾ, ഇനി നമ്മൾ ഇത് വെച്ച് എന്താണ് നമുക്ക് സംഭവിച്ചതെന്ന് ഒന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ദൈവം ആദമിനെ സൃഷ്ടിക്കുമ്പോൾ അവന് ആത്മാവും മനസ്സും ശരീരവും ഉണ്ട്. ആത്മാവ്, ദേഹി, ദേഹം മൂന്നുണ്ട്. ഇത് മൂന്നും ഒരുപോലെ ഒരേ യൂണിയനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവ് പറയുന്നത് മനസ്സിന് മനസ്സിലാവുന്നു, മനസ്സ് പറയുന്നത് ശരീരം കേൾക്കുന്നു. എന്നാൽ അവൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പാപം ചെയ്തപ്പോൾ ഈ ആത്മാവിന്റെ ഭാഗം ഇരുണ്ടുപോയി, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ സ്പിരിച്വൽ ഡെത്ത് എന്ന് പറയാം, ആത്മീക മരണം. ഒരു മനുഷ്യൻ ആത്മീക മരണം സംഭവിച്ചു കഴിഞ്ഞാല് ഓക്കെ, അവൻ ആത്മാവ് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നാണ്. അതായത് ദൈവത്തിൽ നിന്നുള്ളതൊന്നും അവന് പിന്നെ കേൾക്കാൻ പറ്റത്തില്ല, ദൈവത്തിന്റെ ഒരു കാര്യം അവൻ അറിയാൻ കഴിയില്ല. കാരണം അവന് പിന്നെ ഉള്ളത് അവന്റെ ശരീരവും പ്രാണനുമാണ്. ആത്മാവ് ഒരു ഇൻപുട്ടും തരുന്നില്ല. അപ്പൊ അവൻ ആകാശ ചന്ദ്രനെ കണ്ടു ദൈവമാണെന്ന് വിചാരിച്ചു, എന്നെ കണ്ടു ദൈവം, കാരണം ആത്മാവ് ഒന്നും പഠിപ്പിക്കുന്നില്ല. കാറ്റടിച്ചപ്പോ അതായിരിക്കും ദൈവം എന്ന് വിചാരിച്ചു. പിന്നെ അവൻ സ്വന്തം ദൈവങ്ങളെ ഉണ്ടാക്കി, സ്വന്തം തത്വങ്ങളെ ഉണ്ടാക്കി. അവിടെ ഒന്നും ആത്മാവ് അവനെ സഹായിക്കുന്നില്ല, കാരണം ഹി വാസ് സ്പിരിച്വലി ഡെഡ്. ഇതാണ് ജഡത്താൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും, ആദമിൽ നിന്ന് ജനിക്കുന്ന എല്ലാ മനുഷ്യരും സ്പിരിച്വലി ഡെഡാണ്. അവർക്ക് പ്രാണനുണ്ട്, ശരീരമുണ്ട്, അവർ ആഹാരം കഴിക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്, അവർ ജോലിക്ക് പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ സ്പിരിച്വലി ഡെഡാണ്. അതായത് ആത്മാവിൽ നിന്നൊന്നും സ്വീകരിക്കുന്നില്ല, പ്രാപിക്കുന്നില്ല. ഇതിൽ നല്ല ജഡങ്ങളുണ്ട് കേട്ടോ, ഒന്നാന്തര ജഡങ്ങൾ. കിഡ്നി വരെ കൊടുക്കുന്നവരുണ്ട്, സ്ഥലം എഴുതി കൊടുക്കുന്നവരുണ്ട്, പാവങ്ങളെ സഹായിക്കുന്നവരുണ്ട്, ഒത്തിരി നല്ല ഒന്നാന്തര ജഡങ്ങളുണ്ട്. പക്ഷെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. എന്തുകൊണ്ട് പ്രവേശിക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദൈവം ആദമിനെ ഹവ്വയെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി അവര് ദൈവത്തെ അറിഞ്ഞ്, ആത്മാവ് അതിനുവേണ്ടി കൊടുത്തത്. ആത്മാവ് എന്തിനു വേണ്ടിയാ? ആത്മാവ് നമുക്ക് ദൈവത്തെ അറിയാൻ വേണ്ടിയാണ്, ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ്. അത് അതിവിശുദ്ധ സ്ഥലമാണ്. അതാണ് അതിവിശുദ്ധ സ്ഥലം. നമ്മുടെ ടെമ്പിളായിട്ട് പരിഗണിച്ചാൽ അതാണ് അതിവിശുദ്ധ സ്ഥലം. പിന്നെ ആ തേജസ്സും നമ്മുടെ മനസ്സിലേക്ക്, ദേഹിയിലേക്ക്, അത് വിശുദ്ധ സ്ഥലവും. ശരീരത്തെ വേണേ പ്രാകാരമായിട്ടും കാണാം. നമ്മൾ അങ്ങനെയാണ് ടെമ്പിൾ ആവുന്നത്. അപ്പൊ ആത്മാവ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിലേക്കാണ് ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നത്, ആ അതിവിശുദ്ധ സ്ഥലം. അവിടെയാണ് നമുക്ക് കർത്താവുമായിട്ട് കമ്മ്യൂണിയൻ എഫക്റ്റീവ് ആകുന്നത്. നമുക്ക് ആത്മാവില്ലെങ്കിൽ കർത്താവുമായി ഒരു കമ്മ്യൂണിയൻ ഇല്ല, നമുക്കൊരു കൂട്ടായ്മയില്ല.
അപ്പൊ ആദമിനും ഹവ്വയ്ക്കും ദൈവത്തെ ഭയമല്ലായിരുന്നു, സ്നേഹമായിരുന്നു. കർത്താവ് എന്നും അവനെ കാണുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, കൂട്ടായ്മ ആചരിക്കാൻ പറ്റുമായിരുന്നു. കാരണം ഹി ഹാഡ് എ സ്പിരിറ്റ്, ഫങ്ഷനിങ് സ്പിരിറ്റ്. അപ്പൊ കർത്താവ് കൊണ്ട് പറഞ്ഞു, നീ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നീ മരിക്കും. മരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവനൊരു ചോയ്സ് അവന്റെ മുമ്പിൽ. ഒന്നുകിൽ ദൈവത്തിന്റെ ആത്മാവിൽ ദൈവം പറയുന്നത് കേട്ട് ജീവിക്കാം, അല്ലെങ്കിൽ എന്റെ പ്രാണനും എന്റെ ശരീരവും കൂടെ തീരുമാനമെടുക്കും. നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് ഞങ്ങൾ ഡിറ്റർമിൻ ചെയ്യും. ഡിറ്റർമിനിങ് പവർ, അതായത് എന്ത് ഞാൻ ചെയ്യണം എന്നുള്ള തീരുമാനം ആത്മാവിന്റെ സഹായമില്ലാതെ ശരീരവും മനസ്സും കൂടെ എടുക്കുന്ന ആ ഒരു ഗവൺമെന്റിനെയാണ് നമ്മൾ ജഡം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ തൽക്കാലം ഈ പിക്ചർ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ജഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിന്റെ സഹായമില്ലാതെ, ആത്മാവിന്റെ ഒരു ഇൻപുട്ടും കേൾക്കാതെ നമ്മൾ ശരീരവും മനസ്സും കൂടെ ഇരുന്ന് പ്ലാൻ ചെയ്ത് ഏറ്റവും ഉചിതമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ജഡ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ജഡ ഗവൺമെന്റ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഞാൻ നിങ്ങളോടൊന്ന് വിശദീകരിക്കാം. കാരണം നമ്മുടെ വിക്ടറിക്ക് അത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ എവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്, നമ്മൾ എങ്ങനെയാണ് പരാജിതരായിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന്, ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു സഭയിൽ ഒരു വഴക്കാളിയായ ഒരു മെമ്പർ ആണെന്ന് വിചാരിച്ചോ, കുറച്ച് നേരത്തേക്ക്. ഓക്കെ, കുറച്ച് നേരത്തേക്ക് അങ്ങനെ വിചാരിച്ചോ. ഒരു ദിവസം ഞാൻ നിങ്ങളിൽ ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കി. ദേഷ്യം വന്നപ്പം നിങ്ങൾ എന്നെ ഒരു തല്ല് തല്ലി, നിവൃത്തിയില്ലാതെ തല്ലിപ്പോയത്. എന്റെ സ്വഭാവം അങ്ങനെ, ഇത് സങ്കല്പമാണ്. ഓക്കെ, ഞാൻ ഉടനെ, എനിക്ക് പല വഴികളുണ്ട്. എന്നെ ആരെങ്കിലും ഒന്ന് തല്ലുകയാണെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ പല വഴികളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, തിരിച്ചൊന്ന് പൊട്ടിക്കാം. ശരീരം പറയും, ശരീരത്തിലെ വികാരങ്ങളുള്ള ഹോർമോണുകൾ അതെല്ലാം കൂടെ കത്തി, യൗവനക്കാലത്ത് ഭയങ്കര കത്തലായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. അപ്പൊ പറയും, അടിക്കടാ തിരിച്ച്. ആണ് പ്രൊവോക്കേഷൻ. പ്രൊവോക്കേഷൻ നമ്മുടെ പ്രതികരണം. അപ്പൊ മനസ്സ് പറയും, മനസ്സിന് ഇത്തിരി ബുദ്ധിയുണ്ട്, അല്ലെ? മനസ്സാണല്ലോ ബുദ്ധി, അല്ലെ? മനസ്സിലാണല്ലോ ബുദ്ധി. അപ്പൊ നമ്മുടെ ബുദ്ധി പറയും, മോനെ നിന്നേക്കാൾ ആരോഗ്യമുള്ളവനാണ്, നീ അടിച്ചാൽ അവൻ പിന്നെ നിന്നെ അടിക്കും, നിന്റെ കാര്യം പോക്കായിരിക്കും. എന്നാ പിന്നെ പാസ്റ്ററോട് കംപ്ലൈന്റ് ചെയ്യാം, അടുത്ത ഓപ്ഷൻ മനസ്സ് കൊണ്ടുവരും. അല്ലെ പിന്നെ സഭ വിട്ടു പോയേക്കാം. അതല്ലെങ്കിൽ അവനെ കാണുമ്പോൾ മിണ്ടാതെ നടക്കാം. അതല്ലെങ്കിൽ കർത്തൃമേശ നടക്കുമ്പോ എങ്ങനെയും പോയി ജസ്റ്റ് ഒന്ന് എന്താ പറയുന്നേ, അവനോടൊന്ന് വർത്താനം പറഞ്ഞേക്കാം, എന്തെങ്കിലും ആട്ടെ. അല്ലെങ്കിൽ കർത്തൃമേശ എടുക്കുമ്പോൾ വല്ല മരണവും സംഭവിച്ചാലോ, അല്ലെങ്കിൽ പലരും ഇതിനാൽ നിദ്ര കൊള്ളുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ചിലപ്പം ബിസിനസ് പൊട്ടിപ്പോയാലോ, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും നഷ്ടങ്ങളൊന്നുമല്ല, അത് വേണ്ട, ഏതായാലും നന്ദി പറഞ്ഞ് വിട്ടേക്കാം, അഡ്ജസ്റ്റ് ചെയ്തേക്കാം, ക്ഷമിച്ചേക്കാം. ഇങ്ങനെ 100,000 ഓപ്ഷൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് എന്നേക്കാൾ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5-10 ഓപ്ഷൻസും കൂടെ സംഘടിപ്പിക്കാം. നിങ്ങളുടെ പൈസ ഇല്ലാതെ പോകുന്നു, പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ അങ്ങ് വർക്ക് ചെയ്യുവാണ്, പല 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 ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലേക്ക് വരും. ഇതെല്ലാം ജഡമാണ്. ജഡം. ഇപ്പൊ ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നന്മ തിന്മകളുടെ തത്വമാണ് ജഡം എന്ന് പറയുന്നത്. നല്ലതേത് ചീത്തയേത്, ദൈവത്തിന്റെ ഇഷ്ടം നമുക്കറിയില്ല. നല്ലതേത് ചീത്തയേത്, ഉചിതമായതേത്, ഇതാണ് ബ്രെയിൻ അനലൈസ് ചെയ്ത് നമുക്ക് തരുന്നത്. നമ്മൾ രാവിലെ ഡ്രസ്സ് ഇടുമ്പോൾ ഏത് ഡ്രസ്സാണ് നല്ലത്? ആത്മാവ് എന്ത് പറയുന്നല്ല, ആത്മാവ് എന്ത് പറയുന്ന കേട്ടാൽ നമ്മൾ ഇന്ന് ഇടുന്ന പല ഇടുകയില്ല. അപ്പൊ നമുക്ക് ഫാഷനബിൾ ഏതാണ്, നല്ലത് ഏതാണ്? നന്മ തിന്മ. ഓക്കെ, അപ്പോൾ ആഹാരം കഴിക്കുന്ന ഹോട്ടലായാലും പ്രസംഗമായാലും, ഇപ്പൊ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ പറയും നല്ലതായിരുന്നു കേട്ടോ, ചിലർ പറയും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയി, കൊള്ളില്ല. ഈ അനാലിസിസ് ആണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. ആൾക്കാരെ സംബന്ധിച്ച് അയാൾ നല്ല പാസ്റ്റർ കേട്ടോ, അയാൾ ശരിയല്ല കേട്ടോ. ഈ നന്മ തിന്മകളുടെ അനാലിസിസ് ആരാ ചെയ്യുന്നത്? ആത്മാവല്ല ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ജഡം എന്ന് പറയുന്നത്, നന്മ തിന്മകളുടെ തത്വം. അപ്പൊ ആദമിനെ ഭരിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് എന്ത് പറയുന്നുള്ളതല്ല, നന്മ തിന്മകളുടെ സിസ്റ്റം എന്ന് പറയുന്നുള്ളതാണ്. മനുഷ്യന്റെ മൊറാലിറ്റി, ആ മോറൽ കോൺഷ്യൻസ് ആണ് അവന് ദൈവത്തിന്റെ ആത്മാവിന് പകരം അവനെ നടത്തുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ല, എന്റെ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ ആ ചാറ്റ് വിൻഡോയിൽ ചാറ്റിലൊന്ന് ചോദിച്ചാൽ മതി. ഓക്കെ,
അപ്പോൾ മനുഷ്യർ സാധാരണ ജനിക്കുന്ന എല്ലാ മനുഷ്യനും എത്ര നല്ലവനാണെങ്കിലും ദൈവത്തെക്കുറിച്ച് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവനാണ്. ദൈവത്തിന്റെ ജീവൻ അവനിൽ വ്യാപരിക്കുന്നില്ല. അവൻ എത്ര നന്മ ചെയ്താലും അത് മനസ്സിന്റെ, പ്രാണന്റെ, അവന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. ഓക്കെ, അതായത് നല്ല കുടുംബത്തിൽ പിറന്നവര്, നല്ല വിദ്യാഭ്യാസം ചെറുപ്പത്തിലേക്ക് കിട്ടിയവര്, നല്ല മനസ്സിന് കപ്പാസിറ്റി ഉള്ളവര്, ഇങ്ങനെ നമ്മുടെ ട്രെയിനിങ്, അതുപോലെ നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്, നമ്മളിലുള്ള ഹോർമോണുകള്, തലയോട് പോകുന്ന കെമിക്കൽസ്, നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, ഇങ്ങനെ അനേകം കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ഞാനെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നമ്മൾ ചോദിക്കും, അവൻ എന്താ ഇത് കേട്ടാൽ നന്നാകാത്തത്? എന്ത് ചെയ്യാൻ? അവന്റെ ഹോർമോൺ ഇങ്ങനെ പൊട്ടിച്ചേ പറ്റുള്ളൂ. ആ ഹോർമോൺ അഡ്രിനാലിൻ കത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും തല്ലി പൊട്ടിക്കണം, അല്ലെങ്കിൽ ഇടിച്ച് നിരപ്പാക്കണം, അല്ലെ കയ്യിരിക്കുന്ന സാധനം എടുത്ത് എറിയണം. എവിടെന്നാ വരുന്നത്? ഇതെല്ലാം പഴയ ജഡത്തിൽ നിന്നാണ് വരുന്നത്. ഈ പഴയ ജഡത്തെ എങ്ങനെയാണ് സർക്കംസിഷൻ നടക്കുന്നത്? എങ്ങനെയാണ് ഇതിനെ ഇല്ലാതാക്കുന്നത്? ഇത് നമ്മൾ എസെൻഷ്യൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു വലിയ പാഠമാണ്. ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജാണ് എങ്ങനെയാണ് പഴയത് മാറി പുതിയതാകുന്നത് എന്നുള്ളത്. വീണ്ടും ജനനം എങ്ങനെ സംഭവിക്കുന്നു? വാട്ട് ഡസ് ദ വാട്ടർ ഡു? എന്താണ് ആത്മീകമായ സർക്കംസിഷൻ? ആത്മീകമായ സർക്കംസിഷൻ സംഭവിച്ചാൽ നമുക്ക് എന്ത് മാറ്റം വരും? ഓക്കെ, നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം എന്ത് സംഭവിക്കും. രണ്ടു തരം ജീവിതം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന് കാഴ്ചയാൽ ജീവിക്കുന്നതാണ്, അനാലിസിസ് ആണ്, ബ്രെയിൻ ആണ് അനലൈസ് ചെയ്യുന്നത്, കാഴ്ചയാലുള്ള ജീവിതം. മറ്റൊന്ന് ആത്മാവിനാലുള്ള ജീവിതമാണ്. യേശു നിക്കോദമോസിന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് കാറ്റ് പോലെയാണ്. അങ്ങനെയാ പറഞ്ഞത് അല്ലെ? ആത്മാവിൽ ജനിച്ചവനല്ല, എങ്ങനെയാണ്? കാറ്റ് പോലെയാണ്. ഈ കാറ്റ് പോലെ ജീവിക്കുന്നതും കാഴ്ചയാൽ ജീവിക്കുന്നതും രണ്ടും രണ്ടാണ്. ആത്മാവ് എന്നുള്ളതിന്റെ ഗ്രീക്ക് പദം തന്നെ ന്യൂമ എന്നാണ്, കാറ്റ് എന്നാണ് അതിനർത്ഥം. When you are led by the Holy Spirit, you are like a wind. അത് എവിടെ നിന്ന് വീശുന്നോ, എങ്ങോട്ട് പോകുന്നോ ആർക്കും അറിയത്തില്ല. A spiritual man is like a wind. എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നമുക്ക് കാറ്റ് പോലെ വീശാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? കാറ്റ് പോലെ വീശാനുള്ള തടസ്സങ്ങൾ നമ്മൾ ഈ ലോകത്ത് പഠിച്ചെടുത്ത ആദ്യ പാഠങ്ങളാണ്. അതുകൊണ്ടാണ് നിക്കോദമോസിനോട് കർത്താവ് പറയുന്നത്, നീ ഒന്നും കൂടെ ജനിക്കണം. ക്യാൻസലിങ് എവറിത്തിങ്, യു ക്യാൻസൽ എവറിത്തിങ്, യുവർ ബർത്ത്, യുവർ ബ്രിങ് അപ്പ് ആൻഡ് യുവർ ലേണിങ്സ്, ഇതെല്ലാം തീർന്നിട്ട് ഒന്നും കൂടെ ഒരു കുഞ്ഞായിട്ട് ജനിക്കണം ആത്മാവിനാൽ. ആലോചിച്ച് നോക്കിയേ, ഒന്നും കൂടെ കുഞ്ഞായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിക്കോദമോസിന് വലിയ താടിയുണ്ട്, ഒത്തിരി പഠനമുണ്ട്, ഒത്തിരി മുതിർന്ന ആളാണ്, ഒത്തിരി ആൾക്കാരെ പഠിപ്പിക്കുന്ന ഇസ്രായേലിന്റെ രാജാര്യനാണ്. പക്ഷെ കർത്താവ് പറയാണ്, ഇത്രയും നീ പഠിച്ചാലും നല്ലവനായാലും സ്വർഗത്തിൽ പോകാൻ പറ്റിയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ ഒന്നും കൂടെ ജനിക്കണം. ഒന്നും കൂടെ ജനിക്കണം, ലിറ്ററലി. ഇതുകൊണ്ട് പ്രയോജനമില്ല. അതായത് ഈ ജഡത്തിൽ ജീവിച്ച ജീവിതം നന്നാക്കി എടുക്കാൻ കഴിയില്ല, ഇംപ്രൂവ് ചെയ്യാൻ കഴിയില്ല. യു ഹാവ് ടു ഡൈ ആൻഡ് ബി ബോൺ അഗെയിൻ വൺസ് മോർ. ഇപ്പൊ വീണ്ടും ജന്മം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പുതുതായി മാറുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതിയതായിരിക്കുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ദിസ് ഈസ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. വിശ്വാസം എന്ന് പറയുന്നത് ഈ വീണ്ടും ജനനവുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. എന്താണ് വിശ്വാസത്തിലൂടെ നമ്മൾ കാണുന്ന കാഴ്ച? വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ 10 വർഷത്തോളം ആന്ധ്രാപ്രദേശിൽ മിഷണറി ആയിരുന്നു. മിഷൻ ലൈഫിൽ പലരും എന്നോട് ചോദിക്കായിരുന്നു, എങ്ങനെ നിങ്ങൾ ജീവിക്കുന്നേ? ഇപ്പൊ ഞങ്ങൾ പറയും, വിശ്വാസത്താലാണ്. വിശ്വാസ ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ടൊന്നും കയ്യിലില്ലാതെ വരുമ്പോൾ, പണമൊന്നും കയ്യിലില്ലാതെ വരുമ്പോൾ കർത്താവ് പണം തന്ന് സഹായിക്കും. നിങ്ങൾ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, ദൈവം നിങ്ങളെ സഹായിക്കും. കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. കാരണം കർത്താവിന്റെ വേലയ്ക്ക് പോകുമ്പോൾ കർത്താവ് നമ്മളെ സഹായിക്കാതിരിക്കും? തീർച്ചയായിട്ടും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ അപ്പൻ, സ്വർഗത്തിലിരിക്കുന്ന അപ്പന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയാം. വീണ്ടും 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 പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ അപ്പൻ എല്ലാം അറിയാം.
ഓക്കെ. അപ്പോൾ പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ വിശ്വാസം അതല്ലല്ലോ. അതല്ല. എന്തുകൊണ്ട് അതല്ല? വിശ്വാസം കൊണ്ട് നമുക്ക് പണം ഉണ്ടാകും, ആവശ്യത്തിനുള്ള പണം, ജീവിക്കാനുള്ള പണം കർത്താവ് തരും. രോഗം വരുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദീനക്കാരന് സൗഖ്യം വരും. ബൈബിളിലെ വാക്യം തന്നെയാണ്. നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് കർത്താവിനെ വിശ്വസിക്കാമോ? നമ്മളെ നടത്തും. ഇന്നലെ നടത്തി, കഴിഞ്ഞ ആഴ്ച നടത്തി, കഴിഞ്ഞ വർഷം നടത്തി. നമ്മളതെല്ലാം ചർച്ചിൽ ഓർക്കാറുണ്ട്, എല്ലാ ഞായറാഴ്ച ഓർക്കാറുണ്ട്. പക്ഷെ ശരിക്കും ഈ വിശ്വാസമൊന്നും നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനോ ക്രിസ്തുവിന്റെ ജീവൻ അനുഭവിക്കാനോ നമ്മളെ സഹായിക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? വയറുവേദന പോകുമെന്നുള്ള വിശ്വാസം വയറുവേദന മാറ്റാനേ കൊള്ളുള്ളൂ. കടഭാരം മാറുമെന്നുള്ള വിശ്വാസം കടഭാരം മാറ്റാനേ കൊള്ളുള്ളൂ. രോഗം ദൈവം മാറ്റും, അവൻ നല്ല വൈദ്യൻ, ശരിയാണോ? രോഗം മാറാൻ ആ വിശ്വാസം മതി. പക്ഷെ പാപത്തെ ജയിക്കാൻ, സ്വർഗത്തിൽ പോകാൻ ആ വിശ്വാസമല്ല വർക്ക് ചെയ്യുന്നത്. There is another faith handed down to us by the apostles. A faith that's of equal standing with that of the apostles. അതായത് 2 പത്രോസ് 1:1 പറയുന്ന പോലെ അപ്പോസ്തലന്മാർക്ക് ലഭിച്ച, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം. ആ വിശ്വാസം എന്താണ്? ആ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ മാത്രമേ നമുക്ക് വീണ്ടും ജനനം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇത് ഇന്ന് സഭകളിൽ പഠിപ്പിക്കാൻ മിസ്സായി പോകുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് മോസ്റ്റ്ലി വി തിങ്ക് ഫെയ്ത്ത് ഈസ് ഓൾ അബൌട്ട് ഹാവിങ് എ സക്സസ്ഫുൾ ലൈഫ് ഹിയർ. അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മളെ വിടുവിക്കുന്ന ദൈവം, ചുറ്റുമുള്ളവരെല്ലാം കോവിഡ് വന്ന് ഭാരപ്പെട്ടപ്പോൾ എന്നെ അതിനിടയിൽ സംരക്ഷിച്ച ദൈവം, ഇതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇതൊന്നും രക്ഷാകരമായ വിശ്വാസമല്ല. കോവിഡിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മതിയായിരിക്കും. ബട്ട് വാട്ട് സാൽവിഫിക് ഫെയ്ത്ത്? രക്ഷാകരമായ വിശ്വാസം എന്താണ്? വീണ്ടും ജനനം എന്താണ്? എന്താണ് ഈ വിശ്വാസം കൊണ്ട് സംഭവിക്കുന്നത്? ദിസ് ഈസ് വേർ ദ വിക്ടറി ലൈസ്. ഇത് പറയാതെ നമുക്ക് ഒന്നിനെ കുറിച്ചും ഒരു ഗ്രാഹ്യം ഉണ്ടാവുകയില്ല. എന്താണ് വിശ്വാസ ജീവിതം? നമുക്ക് പൗലോസ് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ദാറ്റ് ഫെയ്ത്ത്? എബ്രായ ലേഖനത്തിലുണ്ട്, അത് വിശദീകരിക്കാൻ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ഞാനൊരു സിംപിളർ വേഴ്സ് എടുക്കുകയാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ആ ഗലാത്യർ 2:20 ഫെയ്ത്തിന്റെ, ന്യൂ ടെസ്റ്റാമെന്റ് ഫെയ്ത്തിന്റെ ഡെഫിനിഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഓക്കെ. 2:20 ഇങ്ങനെ പറയുന്നു: ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പം ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്നെ നോക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവാ ജീവിക്കുന്നു, ഇത് ചെയ്സ് എന്ന് പറഞ്ഞ ആളല്ലേ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പൊ ഞാൻ പറയും, ഇപ്പൊ ഞാൻ ജഡത്തിൽ ജീവിക്കുന്ന ജീവിതം ഉണ്ടല്ലോ, അതെന്ത് ജീവിതമാണ്? എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അപ്പൊ വിശ്വാസത്താലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്തുവാ? വിശ്വാസത്താലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു, ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നതാണ്. ഓക്കെ. അപ്പൊ ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത്. അതാണ് ഫെയ്ത്ത്. അപ്പൊ ഫെയ്ത്തിലൂടെ നോക്കുമ്പോൾ ഇറ്റ്സ് ക്രൈസ്റ്റ് ലൈഫ് ദാറ്റ് ഐ എം ലിവിങ്. ഞാൻ ജീവിക്കുന്ന അവന്റെ ജീവനാണ് എന്റെ ഉള്ളിലുള്ളത്, പുത്രന്റെ ജീവൻ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. അപ്പൊ എന്നിൽ വ്യാപരിക്കുന്ന കർത്താവിന്റെ ജീവനാണ്. അതാണ് എന്റെ ഫെയ്ത്ത്. ഐ ഡൈഡ്. ഈ ഐ ഡൈഡ് എന്ന് പറയുന്ന ഒരു വലിയ തത്വമാണ്, നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരു തത്വമാണ്. ഞാൻ 1994 ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് രക്ഷിക്കപ്പെട്ട ആളാണ്. അന്ന് എന്റെ ജീവിതത്തിൽ എന്നോട് സുവിശേഷം പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ വീണ്ടും ജനനം എനിക്ക് പറഞ്ഞു തന്നു. നിത്യതയെ അവകാശമാക്കുന്ന വീണ്ടും ജനനം. എന്റെ ജീവിതം മുഴുവൻ മറിഞ്ഞ് അപ്സൈഡ് ഡൗൺ ആയിട്ട് തിരിഞ്ഞത് 2-ാം വർഷം ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. Because I understood I have only one life to live and that's the life of Christ. പക്ഷെ അത് ജഡത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റുന്ന ഒരു ലൈഫ് അല്ല. അത് വിശ്വാസത്താൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. സോ ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് ജഡത്താൽ എനിക്ക് സാധിക്കാത്തതും എന്നാൽ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ സാധിക്കുന്നതുമായ ഒരു ജീവൻ ഞാൻ വിശ്വാസത്താൽ ജീവിക്കുകയാണ്. കർത്താവെ, ഞാനല്ല, നീയാണ് ജീവിക്കുന്നത്. ഐ ഡൈഡ്. നമ്മൾ സ്നാനപ്പെടുമ്പോൾ എന്താ പറയുന്നത്? അവന്റെ മരണത്തോട് പങ്കാളിയാകുവാൻ സ്നാനപ്പെട്ടിരിക്കണം. പൗലോസ് പറയാണ് അവന്റെ മരണത്തിന്റെ പങ്കാളിത്തം, കഷ്ടാനുഭവത്തിന്റെ പങ്കാളിത്തം. ഐ എം ഡൈയിങ് വിത്ത് ഹിം. ഐ ഡൈഡ്.
അപ്പൊ പഴയത് മുറിഞ്ഞു പോയി, പഴയത് സർക്കംസൈസ്ഡ് ആയി പോയി, പഴയത് ഈസ് നോട്ട് വർക്കിംഗ് എനിമോർ, പഴയത് ഈസ് വോയിസ്ലെസ്. ഞാൻ നിങ്ങളൊരു എക്സാമ്പിൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? തല്ലുണ്ടായി, ഓരോരുത്തർ എന്നെ തല്ലി, തിരിച്ചതല്ല, വഴക്കുണ്ടാക്കാം, പിണങ്ങിയിരിക്കാം, പക്ഷെ ആത്മാവിന് ഒരൊറ്റ ഇടുക്ക് വഴി മാത്രമേ ഉള്ളൂ, ക്ഷമിച്ചേക്കും. ആ വഴി ആത്മാവിന് മാത്രമേ കാണിച്ചു തരാൻ പറ്റും. ബുദ്ധിക്ക് 1000 വഴികൾ കാണിച്ചു തരാൻ പറ്റും, കാരണം നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലമാണ്. എന്നാൽ ജീവനിലേക്ക് കടക്കുന്നത് ഒരൊറ്റ ഇടുക്ക് വഴിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഇടുക്ക് വഴി, എന്താണ് ഈ കാറ്റ് പോലുള്ള ജീവിതം, എന്താണ് ക്രിസ്തുവിന്റെ ജീവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അത് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോബ്ലംസിലേക്ക് കടന്നു വരാം വളരെ പെട്ടെന്ന് തന്നെ. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം, 6-ാം അധ്യായം 63-ാം വാക്യം ഞാൻ വായിക്കാം. നമ്മുടെ പല ആൾക്കാരും അൺമ്യൂട്ട് ആകാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഒരു നിമിഷം. 6-ാം അധ്യായത്തിന്റെ 63-ാം വാക്യം ഇങ്ങനെയാണ്: ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. Flesh profits nothing. It is the spirit who gives life. The flesh is no help at all. ജഡം കൊണ്ടൊരു പ്രയോജനവുമില്ല. അടുത്ത വാക്യം പറയാണ്: ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാവും. അപ്പൊ കർത്താവ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നറിയോ? എന്റെ ശരീരം ഭക്ഷിക്കണം, എന്റെ രക്തം പാനം ചെയ്യണം. ഇത് കേട്ട ആൾക്കാരെല്ലാം ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത് മാംസത്തെ കുറിച്ചല്ല, മാംസം കൊണ്ടൊരു പ്രയോജനമില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആത്മാവിൽ നിന്ന് ജീവൻ പ്രാപിക്കുന്ന കാര്യമാണ്. സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. അതെങ്ങനെയാണ് എന്ന് നമുക്ക് ആ സ്ക്രീനിൽ ഞാൻ വരച്ച പിക്ചറിൽ നിന്ന് ഒരിക്കൽ കൂടി കാണാൻ ശ്രമിക്കാം. വാട്ട് ഹാപ്പൻസ് വെൻ വി ആർ ബോൺ അഗെയിൻ? എന്താണ് സംഭവിക്കുന്നത്? ഈ അകത്തുള്ള ആത്മാവിനെ കണ്ടല്ലോ, ഈ ആത്മാവ് വീണ്ടും ജീവൻ വെക്കുന്നു. ഇതാണ് വീണ്ടും ജന്മം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആത്മാവിന് ജീവൻ വെച്ച് കഴിയുമ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ജഡ ഗവൺമെന്റ് ഉണ്ടല്ലോ, അപ്പൊ മനസ്സാണ് ഇതിന് നടുക്കുള്ളത്. മനസ്സ് അപ്പുറത്ത്, ശരീരം അങ്ങോട്ട് വരികയും ആത്മാവ് പുതിയ ശബ്ദം മനസ്സിനെ കേൾപ്പിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാല് ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ വീടിനടുത്തുള്ള മാർക്കറ്റിലേക്ക് പോവാണ്. എനിക്കൊരു 50 രൂപയുടെ പച്ചക്കറി വാങ്ങിക്കും. അതിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഓക്കെ, ഈ 50 രൂപയുടെ പച്ചക്കറി മേടിക്കാൻ പോകുന്ന എൻ്റെ കയ്യിൽ ആകെ 80 രൂപയാണ് ഉള്ളത്. 80 രൂപയാണുള്ളത്. ഒരു സ്ഥലത്തേക്കുള്ള ഓട്ടോ കൂലി 25. ഇത് എന്ത് മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾ വിചാരിക്കുമായിരിക്കും. 50 രൂപയുടെ കാര്യം വിട്ടേക്ക്. ഓക്കെ, അത് പോക്കറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സൈഡിലോട്ട് പോകാൻ 20 രൂപ ഓട്ടോ ചാർജ് ആവും. പിന്നെ 5 രൂപ എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ളൂ. അപ്പൊ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോയ്ക്ക് പോകാൻ പറ്റിയല്ല. ഓക്കെ, അപ്പം ശരീരം പറയും എന്നെ കൊണ്ട് വയ്യ അവിടം വരെ നടക്കാൻ. അപ്പൊ മനസ്സ് പറയും അങ്ങനെ പറ്റിയത്, നമ്മുടെ അത്രയും പൈസ ഇല്ല. ഇങ്ങനെയാണ് നമ്മുടെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നതല്ലേ. അത്രയും പൈസ ഇല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങോട്ട് നടക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നടക്കുമ്പോൾ മടുക്കുമല്ലോ. മടുത്ത് അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഗ്ലാസ് വെള്ളമോ 10 രൂപ 5 രൂപ എക്സ്ട്രാ ഉണ്ട്, നാരങ്ങ വെള്ളം കുടിച്ചിട്ട് തിരിച്ച് ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് ഓട്ടോയിലിങ്ങ് പോരാ. അതൊരു നല്ല ഐഡിയ അല്ലേ? നല്ല ഐഡിയ ആണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏതാണ് നല്ല തീരുമാനം എന്ന് ആരാ തീരുമാനം എടുത്തത്? ഈ ശരീരവും മനസ്സും കൂടെയാണ്. അത് നല്ല എൻജോയബിൾ ഗവൺമെന്റ്. ഓക്കെ, അപ്പോൾ ഈ ഗവൺമെന്റ് ആണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇപ്പം ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ പോകുന്നു, എൻ്റെ 200 രൂപയുണ്ട്. 150 രൂപയുടെ ബിരിയാണി കഴിക്കണോ 40 രൂപയുടെ ഊണ് കഴിക്കണോ? ഒരു വടംവലിയാണ്. ശരീരം പറയും ഇന്ന് ഊണ് കഴിച്ച് മടുത്തു, ഇന്ന് ബിരിയാണി. അപ്പൊ മനസ്സ് പറയും നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവൻ തീരും, നമുക്ക് തൽക്കാലം ഊണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മുടെ കയ്യിൽ 160 രൂപ പോക്കറ്റ് ഇരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ഈ ജഡമാണ്. ഓക്കെ, ഈ ജഡം നല്ല തീരുമാനങ്ങൾ എടുക്കും, മോശം തീരുമാനങ്ങൾ എടുക്കും. ചിലർക്ക് ശരീരം ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ചിലർക്ക് മനസ്സ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ശരീരം സ്ട്രോങ് ആയിരിക്കുന്നവർ എല്ലാ പാപത്തിനും പോയി വീഴും. മനസ്സ് സ്ട്രോങ് ആയിരിക്കുന്നവർ അവിടെ നിന്നെല്ലാം പിടിച്ച് കയറി പോരും. അപ്പൊ മനസ്സ് സ്ട്രോങ് ആയിരിക്കുന്നവൻ, ശരീരം സ്ട്രോങ് ആയിരിക്കുന്നവർ മര്യാദയ്ക്ക് നന്നാവടാ. അവന് പറ്റിയല്ല, കാരണം അവന്റെ ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രതികരണം വേറെ രീതിയിലാണ്. പക്ഷെ കർത്താവ് തന്ന സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ, ആത്മാവിന്റെ ശബ്ദം കേൾക്കുക. വാട്ട് വുഡ് ജീസസ് ഡു? ക്രിസ്തു എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള ചോദ്യത്തിലേക്ക് വരിക. ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന യേശു ക്രിസ്തു എന്ത് ചെയ്യുമായിരുന്നു എന്ന് മാത്രമാണ്. അതാണ് അവൻ വെളിപ്പെടുത്തുന്ന, ആത്മാവ് വെളിപ്പെടുത്തരുന്ന നീതി.
ജീവൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്ത് പറയും അത് മാത്രം കേൾക്കുക. അപ്പൊ കാറ്റ് പോലെ വന്നു, കാറ്റ് പോലെ. ഈ ലോകത്തിന്റെ തത്വങ്ങൾ അനുസരിച്ചല്ല നമ്മൾ പിന്നെ ജീവിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന ആത്മാവിന്റെ തത്വങ്ങൾ അനുസരിച്ചാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്റെ ജീവിതത്തിൽ നിങ്ങൾ യൗവനക്കാർക്ക് കേൾക്കാൻ വേണ്ടിയാട്ടോ. ഇത് റെക്കോർഡ് ചെയ്ത് എന്റെ പേരൻസ് ഒക്കെ ആയിട്ട് എന്ത് തോന്നുന്നു എനിക്കറിയാൻ പറ്റും. ഈ കാറ്റ് പോലെ വീശാൻ എന്നെ കർത്താവ് പഠിപ്പിച്ചത് ഞാൻ വീട്ടിൽ ജനിച്ച സമയത്താണ്. ഇദ്ദേഹം ഇപ്പൊ ഒരാൾ ചാറ്റില് ഈഗോ സൂപ്പർ ഈഗോ എന്ന് എഴുതി, അത് ശരിക്കും സൈക്കോളജി വെച്ച് നമുക്ക് മനസ്സ് വരെ എത്താം, ആത്മാവിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അത് പിന്നീട് കുറച്ച് സമയം എടുത്ത് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ആദ്യം രക്ഷിക്കപ്പെടുന്ന സമയത്ത് എന്റെ ഉള്ളിലേക്ക് വന്നൊരു ചോദ്യം, എനിക്കിത് ക്ലാസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ? ഡിഗ്രി മുഴുവൻ പഠിക്കാൻ കർത്താവ് അനുവദിക്കുമോ? എന്നോട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ വീട്ടിൽ പോയി പെർമിഷൻ എടുക്കാൻ കർത്താവ് സമ്മതിക്കുമോ? ഞാൻ നാളെ എന്തായിരിക്കും ചെയ്യുന്നത്? ഈ ഡിഗ്രി പൂർത്തിയാക്കാതെ വീട്ടിൽ പറയാതെ ഞാൻ ഇറങ്ങിപ്പോയാൽ എന്റെ അപ്പനും അമ്മയും എന്ത് ചെയ്യും? അവർ വിഷമിക്കത്തില്ലേ? അപ്പൊ കർത്താവ് എന്നെ അങ്ങനെ പറഞ്ഞു വിടുവോ? കാരണം ശിഷ്യന്മാരിൽ പലരും കർത്താവ് അങ്ങനെ വിളിച്ചേക്കുന്നത്. അപ്പൊ നാളെ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുമോ എന്ന് എന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഞാൻ ഭയപ്പെട്ടിട്ട് ഞാൻ കർത്താവിൻ എന്റെ പേരൻസിനോട് എന്ന് പറഞ്ഞു, എന്റെ അമ്മയോട് എന്ന് പറഞ്ഞു, അടുത്ത അവധിക്ക് ഞാൻ വന്നില്ലെങ്കിൽ കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചു എന്ന് വേണം വിചാരിച്ചോണം. കാരണം ദൈവം എനിക്കൊരു ചാൻസ് പെർമിഷൻ ചോദിക്കാൻ തന്നില്ലെങ്കിലോ. അപ്പോൾ എനിക്ക് അന്ന് തന്നെ എൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ട്, ദൈവം എന്നെ കാറ്റുപോലെ അവന് ഇഷ്ടമുള്ളിടത്തെല്ലാം കൊണ്ടുപോകും. പത്രോസിനോട് പറഞ്ഞ പോലെ നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നിന്റെ അരക്കെട്ടി നിന്നെ കൊണ്ടുപോകും. അപ്പൊ കാറ്റുപോലെയാ. എനിക്കറിയാമോ എന്ത് ചെയ്യാം, ആരെ കല്യാണം കഴിക്കണം അറിയില്ല, എന്ത് പഠിക്കണം അറിയില്ല. പക്ഷെ അതിന് ലോകത്തിൽ ഞാൻ പഠിച്ച ആദ്യ പാഠങ്ങളോട് ഞാൻ മരിക്കും. അപ്പൊ ആത്മാവ് പറയുന്നത് മാത്രം കേട്ട് ആത്മീക മനുഷ്യനായി മാറിക്കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ എന്ത് സംഭവിക്കും എന്നുള്ളതിനെല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം മാത്രം കേൾക്കുക. എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ശരീരമാണ് ആദ്യം നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ആത്മാവ് പതുക്കെ പതുക്കെ നിയന്ത്രിക്കാൻ തുടങ്ങും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ജീവൻ വെക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ മക്കളായി മാറി. ഇനി വിശുദ്ധീകരണം എന്നൊരു പ്രോസസ് ഉണ്ട്. ആ വിശുദ്ധീകരണത്തില് ആത്മാവ് പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. ആ സന്തോഷം പകർന്നു കൊടുക്കും. കർത്താവിനെ അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ കാർ ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു. നല്ല മഴയായിരുന്നു. 2 ദിവസമായിരുന്നു. എറണാകുളത്ത് ഒരു റോഡിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബൈക്ക് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അയാൾ ഇറങ്ങി എൻ്റെ അടുത്ത് വന്നിട്ട് കൂടുപാടെ ചീത്ത പറഞ്ഞു. ചീത്ത എന്ന് പറഞ്ഞാൽ കണ്ണ് പൊട്ടുന്ന തെറി, അസഭ്യം. എനിക്കൊന്നും മനസ്സിലായില്ല, ഇതെന്താ സംഭവം. ഞാൻ വിൻഡോ താത്തിയപ്പം പുള്ളി പറയാണ്, ഞാൻ ആ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തേക്ക് വരുന്നു, നിങ്ങളുടെ കാർ പോയപ്പോൾ എന്റെ ദേഹത്ത് വെള്ളം തെളിച്ചു. അദ്ദേഹത്തിന്റെ ദേഹത്ത് നോക്കിയിട്ട് ഒരൊറ്റ തുള്ളി പോലും കാണാനില്ല. അവിടെ എവിടെയാ ചെളിന്ന് വേണേ ചോദിക്കാം, റോഡിൽ സൂക്ഷിച്ച് നിൽക്കണം എന്ന് വേണേ പറയാം. എന്റെ ഉള്ളിലെ കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, നീ ചത്തു, യു ആർ നോ ലോങ്ങർ അലൈവ്. കാരണം ക്രിസ്തുവിന്റെ കൂടെ നീ ക്രൂശിക്കപ്പെട്ടു. നീ ജീവിക്കുന്ന നീ അല്ല, ക്രിസ്തുവാണ്. അവന്റെ ജീവൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. എന്താ? അവനെ സ്നേഹത്തോടെ നോക്കുക. തെറി പറയുന്നവൻ എന്ത് ചെയ്യണം? സ്നേഹത്തോടെ നോക്കണം. എവിടെ നിന്ന് വരാനായി സ്നേഹം? എന്റെ ജഡത്തിൽ നിന്ന് വരില്ല, അത് ആത്മാവിൽ നിന്ന് മാത്രമേ വരുള്ളൂ. അപ്പോൾ ആത്മാവിലുള്ള ജീവൻ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന റെസ്പോൺസസ് ഇല്ല അതിന്. അതൊരു കാറ്റു പോലുള്ള ലൈഫാണ്, ധൈര്യമുള്ള ജീവനാണ്. ഞാൻ ആലോചിച്ചു, നിക്കോദമോസിനോട് എന്തിനാ കർത്താവ് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന്. നിക്കോദമോസിനോട് അത് പറയാനുള്ള കാരണം, നിക്കോദമോസ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒത്തിരി തത്വങ്ങൾ പഠിച്ചിട്ടുള്ള ആളാണ്. നമുക്ക് ഒത്തിരി തത്വങ്ങൾ ചെറുപ്പകാലം തൊട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിലെ പഠിച്ചൊരു തത്വത്തെ കുറിച്ച് പറയട്ടെ. എടാ, പൈസ ഇല്ലെങ്കിൽ എന്തിനു കൊള്ളണം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്? കേട്ടിട്ടുണ്ടോ? നമ്മൾ ചെറുപ്പത്തിലെ പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്, പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനും കൊള്ളില്ല. പിന്നെ വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത്. വിദ്യാഭ്യാസം വലുതാണ്, പക്ഷെ ഏറ്റവും വലുതല്ല. ഇന്നിപ്പോ സഭയിലെ പാസ്റ്റർമാരെ എടുക്കുമ്പോൾ തന്നെ ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് MD ഉള്ള പാസ്റ്റർമാരെ മതി, ഡിഗ്രി ഉള്ള ഇംഗ്ലീഷ് അറിയാവുന്ന പാസ്റ്റർമാരെ മതി. കൃപാവരങ്ങളുള്ള ആൾ ഞങ്ങൾക്ക് അത് താല്പര്യമില്ല. ഞങ്ങൾക്ക് കൃപാവരങ്ങളൊക്കെ ഞങ്ങൾ വിട്ടിട്ട് കുറെ നാളായി.
ഞങ്ങൾക്ക് കുറച്ച് എന്താ പറയുന്നത്, ജ്ഞാനമുള്ള ആൾക്കാർ വേണം. ഇതൊക്കെ ലോകത്തിന്റെ തത്വങ്ങളാണ്. ഇനി ഒരു ലോകത്തിന്റെ തത്വം ഞാൻ പറയാം. വിവാഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ലോകത്തിന്റെ ഒരു തത്വം പറയുന്നത് എന്താ അറിയാം? ഏടാ, അതാത് ജാതിയിലുള്ള ഒരു കല്യാണം കഴിച്ചാൽ അത് ശരിയാവുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്? കേട്ടിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ദൈവാലോചനയാണ് വിവാഹം എന്ന് പറയുമ്പോഴും ഈ ദൈവാലോചനയ്ക്കല്ല ഒരു പാറ്റേൺ ഉണ്ട്. എന്താണെന്നറിയോ? ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനയാണെങ്കിൽ ഒരു പാറ്റേൺ ഉണ്ട്. പണമുള്ള വീട്ടിലാണെങ്കിൽ പണമുള്ളവരെ കല്യാണം കഴിക്കും. ഒരേ ജാതിയിൽ നിന്ന് വന്നവരാണെങ്കിൽ ഒരേ ജാതിയിലുള്ളവരെ കല്യാണം കഴിക്കും. ഇത് എവിടെ നമ്മൾ പഠിച്ചത്? ഇത് ആത്മാവ് പഠിപ്പിച്ചാണോ? ആത്മാവ് പഠിപ്പിച്ചല്ല. ഇത് നമ്മൾ ചെറുപ്പകാലം തൊട്ടേ പഠിച്ചു വന്ന പാഠമാണ്. വി ആർ നോട്ട് ലിവിങ് ബൈ ദ സ്പിരിറ്റ്, വി ആർ ലിവിങ് ബൈ ദ എലമെന്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് വേൾഡ്. ഈ തത്വങ്ങളോട് മരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നമ്മൾ ചെറുപ്പകാലത്ത് പഠിച്ച തത്വങ്ങളോട് നമ്മൾ ഒരിക്കലും മരിക്കില്ല, മറക്കില്ല. അതൊന്നും മറക്കാൻ പറ്റത്തില്ല. 4, 3, 7 നമുക്ക് മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റില്ല. എന്നാൽ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കോംപ്ലക്സ് ഫോർമുല നമ്മൾ മറന്നുപോകും. പക്ഷെ 1ാം ക്ലാസ്സിൽ പഠിച്ച മാത്സ് മറക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന അനേകം തത്വങ്ങളെല്ലാം ജഡത്തിൽ നിന്നുള്ളതാണ്, ആത്മാവിൽ നിന്നുള്ളതല്ല. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് 1-2 എക്സാമ്പിൾസ് ഞാൻ പറയാം. ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത്, സ്ത്രീധനം ഒരു വിഷയമാണല്ലോ ഇന്നത്തെ. വിവാഹം കഴിക്കുന്ന സമയത്ത് എന്നോട് കർത്താവ് ഒരാളെ കാണിച്ചു തന്നത് 6 മാസത്തെ പ്രാർത്ഥനയുടെ വെരിഫിക്കേഷന് ശേഷമാണ് ഞാൻ ആ പ്രപ്പോസൽ ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോ കല്യാണം ആലോചിക്കാൻ പോയ ആളോട് ഞാൻ പറഞ്ഞു, ഒരാളെ പറഞ്ഞു വിടുക, ഒരു സഹോദരനെ പറഞ്ഞു വിടുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഒറ്റ ചോദ്യം മാത്രമേ അവിടെ ചോദിക്കാവൂ. ആ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? യെസ് എന്നാണെങ്കിൽ ഫോർവേഡ്, നോ എന്നാണെങ്കിൽ നോ. ഒരു കാര്യം അന്വേഷിക്കരുത്. എത്ര ക്ലാസ് പഠിച്ചെന്നോ, എത്ര സഹോദരങ്ങളുണ്ടെന്നോ, വീട്ടിലെന്തുണ്ടെന്നോ ഒന്നും ചോദിക്കരുത്. ബിക്കോസ് ഷി വാസ് ഓൾറെഡി എ മിഷണറി. ഓൾറെഡി മിഷണറി ആയിരുന്നു. ഈ പ്രപ്പോസൽ വരുമ്പോൾ തന്നെ മിഷണറി പ്രപ്പോസൽ. അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തു. വിവാഹത്തിന് മുമ്പ് എനിക്ക് ഒന്നും അറിയില്ല, ആളെക്കുറിച്ച് യാതൊന്നും അറിയില്ല. കാറ്റുപോലെ എന്ന് വേണേൽ പറയാം. പിന്നെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര പ്രയാസമായി. വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ പറ്റത്തില്ല, വീടിന്റെ ഡിഗ്നിറ്റി നോക്കണം. എത്ര രൂപ സ്ത്രീധനം കിട്ടിയെന്ന് ആളുകൾ ചോദിക്കും. അപ്പൊ എനിക്ക് മറുപടി പറയാൻ പറ്റണം. ഇതിങ്ങനെ വിളിച്ചോണ്ട് വരാനൊന്നും പറ്റത്തില്ല എന്ന് എന്റെ ഫാദർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ലോകത്ത് ആരോടും പ്രണയമില്ല. അങ്ങനെ വേസ്റ്റ് ആക്കി കളയാനുള്ള അല്ല എന്റെ മനസ്സ്. ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ എനിക്ക് അറിയില്ല. ബട്ട് ദ ലോർഡ് ഹാസ് ആസ്ക്ഡ് മീ ടു ഡു ഇറ്റ്. അപ്പോ എന്റെ പിതാവ് സമ്മതിച്ചില്ല. ഞാൻ എന്റെ ഫാദറിന്റെ വീട്ടിലൊക്കെ കല്യാണം ഫിക്സ് ആയി. അതിന്റെ സമ്മതം ഇല്ലാതെയാണ് കല്യാണം ഫിക്സ് ആയത്. കാരണം എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇത് നിന്റെ ഇഷ്ടമാണെങ്കിൽ എന്റെ അപ്പൻ കല്യാണം കൂടണം, സമ്മതിക്കണം, വരണം. നിന്റെ ഇഷ്ടം അല്ലെങ്കിൽ കല്യാണം ഞാൻ നടത്തുന്നില്ല. എന്നിട്ട് ഞാൻ എൻ്റെ അപ്പന്റെ ബന്ധുക്കളുടെ അടുത്ത് എല്ലാം പോയി പറഞ്ഞു, നിങ്ങളെല്ലാം ഞാൻ കല്യാണം വിളിക്കുകയാണ്, നിങ്ങൾ എന്റെ കല്യാണത്തിന് വരരുത്. പറഞ്ഞു, ഇതെന്ത് വിളിയാണ്? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കല്യാണത്തിന് വന്നാൽ എന്റെ അപ്പൻ ഒറ്റപ്പെട്ടു പോകും. അപ്പം വിളിച്ചാൽ മാത്രം നിങ്ങൾ കല്യാണത്തിന് വരാം. കാരണം എന്റെ അപ്പനെ വേദനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണം കഴിക്കുന്നത്. ഐ ഡിസൈഡഡ് ടു ഒബേ ദ ലോർഡ്. ഒരു ദിവസം രാത്രി ഉറങ്ങി കിടന്നപ്പോൾ എന്റെ അപ്പനെ കർത്താവ് സ്വപ്നത്തിൽ പറഞ്ഞു. സ്വപ്നത്തിലല്ല, പുള്ളി കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് കരഞ്ഞു. പറഞ്ഞു, ദൈവത്താൽ സംഭവിക്കുന്നതാണ്, ഞാൻ ഇതിന് എതിര് നിന്നുകൂടാന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ പോയി എല്ലാവരും വിളിച്ചു. കല്യാണം ഫിക്സ് ആയ സമയത്ത് ഞങ്ങളുടെ ഒരു മിഷനിൽ ഒരു മൂത്ത ഒരു കാർന്നവരുണ്ടായിരുന്നു. അദ്ദേഹത്തെ പാസ്റ്ററിന് എല്ലാവരും വിളിക്കുമെങ്കിലും എനിക്ക് അദ്ദേഹത്തെ ബിസിനസ്മാൻ എന്ന് വിളിക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം. കാരണം ഈ ലോകത്തിന്റെ തത്വങ്ങളിൽ ഇവരൊക്കെ അഗ്രഗണ്യര. ഇവർക്ക് ലോകത്തിന്റെ ബുദ്ധി എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിലെ ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധിയാണ്. പക്ഷെ ആ കുരുട്ടുബുദ്ധി ഇപ്പം വിശ്വാസികൾക്ക് കൂടുതൽ. അതായത് ദൈവരാജ്യത്തിലുള്ളവരെക്കാളും എന്താ ബുദ്ധി ദൈവരാജ്യത്തിന് വെളിയിലുള്ളവർക്കാണ് കർത്താവ് പറഞ്ഞത്. ദേ ആർ മോർ ക്ലെവർ. പക്ഷെ ഇന്ന് വന്ന് നമ്മുടെ അത്രയും ക്ലെവർനെസ് അവർക്കില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, എടാ മണ്ട, ഈ സമയത്ത് വേണം കിട്ടാനുള്ളത് മുഴുവൻ മേടിക്കാൻ. ഓക്കെ,
പിന്നീട് നിനക്കൊരാവശ്യം വന്നാൽ ആരും നിന്നെ സഹായിക്കാനുണ്ടാവില്ല. പിന്നെ 40-45 വയസ്സാകുമ്പോൾ നിന്റെ ഭാര്യ തന്നെ നിന്നോട് പറയും, അച്ചായ അന്ന് കിട്ടാവുന്ന മേടിച്ചോണ്ട് പോന്നായിരുന്നെങ്കിൽ നമ്മൾ ഇന്നിങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടാകുമായിരുന്നു എന്ന് നിന്റെ ഭാര്യ തന്നെ ചോദിക്കും. അതുകൊണ്ട് വിവരമുള്ളവർ പറയുന്നത് കേൾക്ക്. നീയൊന്നും ലോകം കണ്ടിട്ടില്ല, നിനക്കൊന്നും സുബോധമില്ല എന്ന് പറഞ്ഞ. അപ്പൊ ഇതെന്ത് ജ്ഞാനമാണ് എനിക്ക് തരാൻ ശ്രമിക്കുന്നത്? ലോകത്തിന്റെ ജ്ഞാനമാണ് അല്ലെ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛാ ഇപ്പൊ എനിക്ക് 27 വയസ്സാണ്, 45 വയസ്സാകുമ്പോ എന്റെ ഭാര്യ ഇങ്ങനെ പറയുന്നില്ല അച്ഛൻ പറഞ്ഞു. 45 വയസ്സാകാൻ ഇനിയുണ്ട് 10-18 എത്ര 20 വർഷത്തിന് മേൽ, 27 വർഷം, 22 വർഷത്തോളം, അല്ല 17 വർഷം. അത് കഴിഞ്ഞ് പാപം ചെയ്യാൻ ചിലപ്പോൾ ഒരുപക്ഷെ കാരണമായാലും ഇന്നേ പാപം ചെയ്ത് പരിശീലിക്കണ്ടല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിന്നോടൊന്നും സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയുക മാത്രമല്ല, പുള്ളി ഞങ്ങളുടെ കല്യാണത്തിന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, എനിക്ക് ഈ കല്യാണം വേണ്ട വേണ്ട എന്നോട് പറഞ്ഞ പല പ്രാവശ്യം എന്ന് പറഞ്ഞാണ് പുള്ളി ആശംസ പറഞ്ഞത്. പക്ഷെ ഈ 45 വയസ്സെന്ന് പറയാണ്ടായ കാരണം എന്താ ഞാൻ കുറെ ആലോചിച്ചു. എന്തുകൊണ്ട് 45 ഇയേഴ്സ്? ഞാൻ ഇത് പറയുമ്പം ഈ 42 വയസ്സായപ്പോ, ഉള്ള സത്യം പറയാലോ, എനിക്കിപ്പം 45 വയസ്സാണ്. ഈ 42-43 വയസ്സായപ്പോൾ കർത്താവ് എന്നെ കാണിച്ചു തന്നു, ഈ 45 വയസ്സാകുമ്പോൾ എന്താ പ്രോബ്ലം ഉണ്ടാകുന്നത്. പുള്ളി പറഞ്ഞ ഭയങ്കര ബുദ്ധിയായിരുന്നു. അതായത് ലോകത്തിന്റെ ആൾക്കാരെക്കാളും ബുദ്ധിയാണ് നമുക്ക് ഇപ്പം. അത് ആത്മാവില്ലാത്തോണ്ടാണ്. ആത്മാവ് ഉണ്ടായാലേ ലോകത്തിന്റെ ബുദ്ധി കുറയും. പക്ഷെ നമ്മൾ ആത്മാവില്ലാതെ ജീവിച്ച് പരിശീലിച്ചു. പെന്തക്കോസ്തുകാരാണ്, അന്യഭാഷയുണ്ട്, പക്ഷെ ആത്മാവില്ലാത്ത അവസ്ഥ. അതെന്തൊരവസ്ഥയായിരിക്കും അല്ലെ? ഈ 45 വയസ്സാകുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയോ? ചെറുപ്പകാലത്ത് ഭയങ്കര റാഡിക്കലായിരുന്നു, സുവിശേഷം പറയാൻ പോയി, ആദിവാസികളെ പ്രവർത്തിച്ചു, നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചു. 45 വയസ്സായി, മക്കൾക്ക് പ്രായമായി വരുന്നു, പിള്ളേർക്ക് ഹയർ എഡ്യൂക്കേഷന്റെ സമയമായി, പെൺപിള്ളേരാണെങ്കിൽ കല്യാണം ആലോചിക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഉടനെ ചിന്തിക്കും, കാറ്റ് പോലെ ഇനി വീശിയാൽ പരിപാടി ഒന്നും നടക്കാതെ, അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ആകണം. അതുകൊണ്ട് ഗൾഫിൽ ഏതെങ്കിലും ചർച്ച കിട്ടാനുണ്ടോ പാസ്റ്ററെ? എന്തിനാണ് സെറ്റിലാകാൻ? കാറ്റുപോലെ വീശുന്നത് നിർത്തി. കാറ്റുപോലെ വീശുന്നത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൂണിടും. തൂണിട്ട് കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ മാനസാന്തരത്തിലേക്ക് ഇവരെ പുതുക്കാൻ പറ്റത്തില്ല. കാരണം ഒരിക്കൽ പരിജ്ഞാനം ലഭിച്ച ശേഷം, സ്വർഗത്തിലെ ദാനങ്ങൾ അനുഭവിച്ച ആ ജീവിതത്തിന്റെ ശക്തി അറിഞ്ഞ ആള്, അതുപോലെ കാറ്റുപോലെ വീശിയ ഒരാള് വീണ്ടും ഈ ലോകത്തിൽ അടിസ്ഥാനമിട്ട് പണിത് സെറ്റിൽമെന്റിന് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? സെറ്റിൽമെന്റിന് ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുന്നറിയോ? രണ്ടാമത് അത് ആ മാനസാന്തരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അവര് പിന്നെ ഇന്ന് ഒരൊറ്റ കാര്യം പ്രസംഗിക്കുള്ളൂ. ഇന്ന് പെന്തക്കോസ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരൊറ്റ സ്റ്റാൻഡേർഡ് പ്രസംഗമാണ് എല്ലാവരും പ്രസംഗിച്ച് അവസാനിപ്പിക്കുന്നത്. നിങ്ങളുടെ വിഷയങ്ങൾ എന്തായാലും അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം. ഇത് മാത്രമേ ഇന്ന് പ്രസംഗിക്കുന്നു. ഏത് പ്രസംഗം അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ജനത്തിന്റെ ഉത്സാഹം ഉണ്ടാവണമെങ്കിൽ ഈ വിഷയങ്ങളുടെ കാര്യം പറയണം. ബിക്കോസ് ആ ഒരൊറ്റ ഫാക്ടറാണ് വിശ്വാസത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത്. അപ്പൊ എന്നോട് കർത്താവ് അന്ന് പറഞ്ഞൊരു ബലമായി പറഞ്ഞൊരു കാര്യമാണ്, നീ ഇന്ന് നിൽക്കുന്ന മാനസാന്തരത്തിൽ നിന്ന് നീ വീണാൽ നിന്നെ രണ്ടാമത് പുതുക്കാൻ കഴിയുന്നതല്ല. പിന്നെ എന്നും നമ്മൾ കർത്താവ് വിടുവിക്കും ബ്രദറെ, കർത്താവ് വിടുവിക്കും ബ്രദറെ എന്ന ഒറ്റ മെസ്സേജ് മാത്രമായിട്ട് ജീവിതകാലം മുഴുവൻ ഒതുങ്ങേണ്ടി വരും. കാരണം പരിജ്ഞാനത്തിന്റെ വചനം അതോടെ അടഞ്ഞു പോകും. ഇന്ന് ക്രിസ്ത്യൻ സഭയ്ക്ക് സംഭവിച്ചത് ആത്മാവിന്റെ ഡയറക്ഷൻസ് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മനസ്സിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ നമ്മൾ തോറ്റുപോയെന്നുള്ളത്. ജഡം ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, ശരീരം ജയിച്ചുകൊണ്ടിരിക്കുക, ശരീരത്തിന്റെ പ്രവണതകൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കും. അവിടെ സഭയ്ക്ക് ആത്മാവിൽ നടത്തപ്പെടാൻ, ആത്മാവ് പറയുന്ന ആ ഇടുക്ക് വഴി ജീവന്റെ ശബ്ദം, ആ ജീവന്റെ ശബ്ദം കേൾക്കുവാൻ ഇന്ന് യൗവനക്കാരൻ, ഞാൻ ഈ 45 വയസ്സിന്റെ കണക്ക് പറഞ്ഞ എന്തുകൊണ്ടാണെന്നറിയോ? ഈ 45 വയസ്സ് കഴിഞ്ഞവരുടെ ലോകത്തിലെ സെറ്റിൽമെന്റ് എന്നുള്ള ഫിലോസഫി നമ്മൾ കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? അവരുടെ യൗവനകാലത്ത് അവർക്ക് കർത്താവിനെ അറിയാൻ പറ്റാതെ പോവുകയാണ്. ഇന്ന് ലോകത്ത് കർത്താവിന് വേണ്ടി ഇത്രയും നാളും അത്ഭുതകരമായി വർക്ക് ചെയ്തിട്ടുള്ള യൗവനക്കാരാണ്.
യൗവനത്തിലെ കർത്താവിനെ അറിഞ്ഞവരാ. നിങ്ങൾക്കൊരു മിഷണറിമാരുടെ ചരിത്രം, they were all young when they went out for missions. അമേരിക്കയിലെ സ്റ്റുഡന്റ് വോളണ്ടറി മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു മിഷണറി പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ഈ സ്റ്റുഡന്റ് വോളണ്ടറി മൂവ്മെന്റ്, സ്റ്റുഡൻസ് ആണ് മിഷണറിമാരായിട്ട് പോകുന്നത്. 10,000-ഓളം മിഷണറിമാരെയാണ് അവര് 200 വർഷം കൊണ്ട് അയച്ചത്. മിഷണറി കാലഘട്ടം. ആ 10,000-ഓളം മിഷണറിമാരിൽ 8,000-ന് മുകളിൽ ആളുകൾ ഇങ്ങനെയുള്ള ഓരോ പാൻഡമിക്കിൽപ്പെട്ട് മരിച്ചു പോകുമായിരുന്നു. രക്തസാക്ഷികളായവര് വേറെ. അവസാനം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അവസാനം മിഷണറിമാർ പിള്ളേരാ, 15, 20, 30, 25, 28 വയസ്സുള്ള പിള്ളേര്. അവസാനം അവര് മിഷൻ യാത്രയ്ക്ക് പോകുമ്പോൾ ശവപ്പെട്ടിക്കകത്ത് അവരുടെ ലഗേജ് പാക്ക് ചെയ്തുകൊണ്ട് പോകുന്നു കേൾക്കുന്നുണ്ട്, തിരിച്ച് ബോഡി അവരുടെ മാതാപിതാക്കൾ കിട്ടാൻ വേണ്ടി. അത് കർത്താവിന് വേണ്ടി ഉള്ള ആ ജീവന്റെ വചനം അകത്ത് കിടന്നുകൊണ്ട് കാറ്റുപോലെ വീശാനുള്ള ഒരു ധൈര്യമാണ് കർത്താവിനോട്. അങ്ങനെയുള്ള അനേകം ധൈര്യശാലികൾ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ ബൈബിളുമായിട്ട് ഇരിക്കുന്നത്. ഇതെല്ലാം യൗവനകാലത്ത് ചെയ്തതാ, വാർദ്ധക്യകാലത്ത് പെട്ടെന്ന് ഇറങ്ങിയവരല്ല. അപ്പൊ നമ്മുടെ യൗവനക്കാർക്ക് മുഴുവൻ അവരുടെ മനസ്സിന് വേണ്ടിയുള്ള യുദ്ധം നഷ്ടപ്പെടുത്തിയത് കൊണ്ട് ആത്മാവ് പറയുന്നത് എന്തെന്ന് കേൾക്കാൻ മനസ്സ്, ഇപ്പൊ ആ മനസ്സെന്ന് പറഞ്ഞ സാധനോട് ആബ്സെന്റ് ആണ്. കാരണം എന്താണ്? ലോകത്തിന്റെ തത്വങ്ങൾ, സ്ക്രീൻ ടൈം, നമ്മൾ സ്ക്രീനിന്റെ മുമ്പിൽ ചെലവഴിക്കുന്ന സമയങ്ങൾ, ഇതെല്ലാം കൂടെ ആ മനസ്സിനെ അപഹരിച്ചു മാറ്റിയിരിക്കുന്നു. ആത്മാവിന്റെ ശബ്ദം ഒന്നും കേൾക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കും. വി ഡോണ്ട് ഈവൻ ലിസൺ ടു ദ വേർഡ്സ് ഓർ നഡ്ജിങ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം അടഞ്ഞു പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളത്? ഇപ്പൊ സ്ത്രീധനം എന്ന വിഷയം നമ്മൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു പെൺകുട്ടി, ഞാൻ ഇതിനെക്കുറിച്ചൊരു മെസ്സേജ് യൂട്യൂബിലുണ്ട് തന്നെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച ഒരു വീട്ടിലേക്ക് ചെല്ലും, ഒരു ആൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലും. ഒരു പക്ഷേ ഈ പെൺകുട്ടിയുടെ വീട്ടില് ആകെ 2 പെൺകുട്ടികളായിരിക്കും, അല്ലെ 2 3 പെൺകുട്ടികളായിരിക്കും. എന്താണ് സംഭവിക്കുന്നത് ആലോചിച്ച് നോക്കും. ഈ പെൺകുട്ടി 2 പെൺപിള്ളേരാണെങ്കിൽ അവരെ 2 പേര് കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നു. ഈ അപ്പനും അമ്മയും ഒറ്റയ്ക്കാവും. അപ്പൊ മക്കളുടെ പ്രസൻസ് ഈ അപ്പനമ്മയ്ക്കും കിട്ടുന്നില്ല. തന്നെയുമല്ല, അവരെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ പെൺകുട്ടി എന്ന പ്രഷ്യസ് ഗിഫ്റ്റിനെ മാത്രമല്ല, അതിന്റെ കൂടെ ഇവരുണ്ടാക്കിയ സമ്പാദ്യങ്ങളും കൂടെ കൊടുത്തു വിടുന്നു. അതെല്ലാം കൊണ്ടുപോയി ആൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയി അവരെ ശുശ്രൂഷിക്കുന്നു, അവരുടെ പേരൻസിനെ ശുശ്രൂഷിക്കുന്നു. വാട്ട് അബൌട്ട് ദീസ് പേരൻസ്? ഈ മാതാപിതാക്കളുടെ കാര്യം എന്താണ്? സ്ത്രീ ധനം, ആ പണം മാത്രമല്ല പോകുന്നത്, പണം പോയാൽ പോട്ടെ, ഈ പെൺകുട്ടിയും പോയി അതിന്റെ കൂടെ. ബിക്കോസ് ഈ പെൺകുട്ടിക്ക് പിന്നെ അപ്പന്റെ അമ്മയുടെ അടുത്ത് യാതൊരു ബന്ധവും ഇല്ല. പിന്നെ ഭർത്താവ് തീരുമാനിക്കും അവിടെ പോണോ വേണ്ടയോ. ഭർത്താവിന് അധികാരമാണ്. ഇത് വളരെ വിശദമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു ആൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന അതേ സ്നേഹവും അതേ പരിഗണനയും അതേ പരിചരണവും അതേ വാത്സല്യവും കൊടുത്താണ് ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത്. ആ പെൺകുട്ടിയെ ഒരു വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവിടുന്ന് കിട്ടാവുന്നിടത്തോളം പണവും പ്രോപ്പർട്ടിയും ആ പെൺകുട്ടിയെ എടുക്കുമ്പോൾ ആ വീട്ടിൽ ഉണ്ടാകുന്ന നഷ്ടം വലിയ ഭീമമായ നഷ്ടമാണ്. ഈ സോഷ്യൽ ഓർഡർ ഇങ്ങനെ ആയതുകൊണ്ട് ആൾക്കാരങ്ങ് സമ്മതിച്ചു കൊടുക്കുക. ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ ഈ മരണം, ക്രിസ്തുവിനോടൊപ്പമുള്ള മരണം സംഭവിക്കാത്തതുകൊണ്ട് നമ്മുടെ ആദ്യ പഴയ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തിങ്കിങ്ങിന്റെ ഭാഗമാണ്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഇങ്ങനൊന്നും പോയി കല്യാണം കഴിക്കരുത്. കാരണം കല്യാണം എന്ന് പറഞ്ഞാല് 2 മനുഷ്യർ തമ്മിലുള്ള ബന്ധം, 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല, 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്? കേട്ടിട്ടുണ്ടോ? കല്യാണം എന്ന് പറയുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല, 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബൈബിളിലുള്ള വാക്യമല്ലത്. ഇത് ലോകത്തിൽ നമ്മൾ പഠിച്ചതാ. ബൈബിൾ പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും ഒരു ശരീരമായി തീരും. അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അവളുടെ പിതൃഭവനത്തെ മറക്കും. ഇവരാണ് പുതിയ കുടുംബം തുടങ്ങുന്നത്. ആ ഭാര്യയുടെയും ഭർത്താവിന്റെയും കുടുംബമാണത്. ഓക്കെ, ഞാൻ ഒരു കാര്യമോട് ഇതിന്റെ സന്ദർഭവശാൽ പറഞ്ഞോളട്ടെ. എന്റെ ഭാര്യ മലയാളിയല്ല, ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. മലയാളി അല്ല എന്ന് പറഞ്ഞാൽ മലയാള നാട്ടിൽ ജനിച്ച ആളുടെ അർത്ഥത്തിലല്ല, ബൈ നേച്ചർ മലയാളിയല്ല, ജന്മനാ മലയാളിയല്ല. അതായത് കന്നഡ കുടുംബമാണ്.
ഒരു മിഷണറി ആയിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നൊരു ദൂരദേശത്ത് മിഷൻ വർക്ക് ചെയ്യുമായിരുന്നു. ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു വലിയ ക്രൈസിസ് ആണ് ഈ വിവാഹത്തിലെ സ്ത്രീധനം മാത്രമല്ല, സ്ത്രീധനത്തെ പോലെ നമ്മൾ പോരാടേണ്ട ഒരു വിഷയമാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. പെന്തക്കോസ്തിനകത്തുള്ള ജാതി വ്യവസ്ഥ. നിങ്ങൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എത്രയോ പെൺകുട്ടികൾ വിവാഹം കഴിക്കാതെ നിൽക്കുന്നതിനകത്ത് കാരണം അവരുടെ ജാതി എന്നുള്ള ആളെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റ് ജാതികൾക്ക് അവരെ വേണ്ട. എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഒരു ഹൈന്ദവ മാർഗത്തിന് വിശ്വാസം എന്നൊരു ബ്രദർ എന്നോട് പറഞ്ഞു, ആ ബ്രദറിന്റെ വിവാഹം നടക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അതെ പാസ്റ്ററെ, എന്റെ അതേ മതത്തിൽ നിന്ന് വന്ന ആളെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്, എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ആഹാ, കാരണം അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരും വിശ്വാസികളല്ലേ, ആണോ? അപ്പൊ ഉടനെ അദ്ദേഹം പറയാണ്, പാസ്റ്റർ ഞാൻ പറയാൻ കാരണം, പാസ്റ്ററോട് തന്നെ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പെൺകുട്ടിക്ക് പല ആലോചനകളും വന്നു. അവരുടെ അതേ ജോലി ചെയ്യുന്ന, ഒന്നിച്ച് എവിടെ പോയാലും വർക്ക് ചെയ്യാൻ പറ്റുന്ന റെയർ ആയിട്ടുള്ളൊരു ജോലിയാണ് വന്നു. പക്ഷെ കല്യാണം നടന്നില്ല. കാരണം അവൾ വേറൊരു ജാതിയിൽ നിന്ന് വന്ന ആളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മൾ മറ്റുള്ള ജാതികളോട് സുവിശേഷം പറയാൻ പോകുന്നുണ്ടെങ്കിൽ അവരെ വിശ്വാസികളായി നമ്മൾ സഭയിൽ സ്വീകരിച്ച ഒരു അപ്പത്തിൽ അംശികളാക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ വിവാഹം ആലോചിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ ശരീരത്തെ നമ്മൾ പിന്നെയും വിഭജിക്കുകയാണ് ചെയ്യുന്നത്. കാറ്റുപോലെ വീശാൻ നമ്മളെ കൊണ്ട് കഴിവില്ലാതായിരിക്കുന്നു തന്നെ. അമേരിക്കൻ ഒരു ആന്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ മറ്റ് ജാതികളിൽ നിന്നൊക്കെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി വന്ന പെൺകുട്ടി ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. കാരണം ഇത്രയും ത്യാഗം സഹിച്ച് ഇറങ്ങി വന്നതല്ലേ. അപ്പൊ ആരേത് ചെറുക്കന്റെ അപ്പനും അമ്മയായാലും അങ്ങനെ ആലോചിക്കുമല്ലോ, ദൈവമേ ഇത്രയും വിശ്വാസിയായ ഒരു കൊച്ചല്ലേ, അവർ അപ്പനെ അമ്മയൊക്കെ വിട്ട് ഇറങ്ങി വന്നതല്ലേ, ആ കുട്ടിയെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിനകത്ത് വന്നപ്പോഴല്ലേ മനസ്സിലായത് ഇവരെ ആർക്കും വേണ്ട എന്നുള്ള കാര്യം. അതിനൊരു മറുവശമുണ്ട്, ഈ വരുന്നവർക്കും അതാത് ജാതികളിൽ നിന്നുള്ളവരെ മതി. പ്രിയ സഹോദരങ്ങളെ, പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാവോ? പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ അന്യഭാഷ മാത്രമല്ല. പെന്തക്കോസിൽ സംഭവിച്ചത്, ബാബേൽ ഗോപുരം ഇടിഞ്ഞുപോയ സമയത്ത് ജാതികളുണ്ടായി, വംശങ്ങളുണ്ടായി, ഭാഷകളുണ്ടായി, ജനം ചിതറപ്പെട്ടു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അവർ ചിതറപ്പെട്ടു. ഒരാൾ പറയുന്ന വേറൊരാൾക്ക് മനസ്സിലാകാതെയായി. അവർ പലതായി വിഭജിക്കപ്പെട്ടു. എന്നാൽ പെന്തക്കോസ്തിൽ എന്താ സംഭവിച്ചത്? പെന്തക്കോസ്തിൽ ഒരാൾ പറയുന്നത് വേറൊരാൾക്ക് മനസ്സിലാകാൻ തുടങ്ങി. കാരണം ബാബേലിൽ എന്ത് സംഭവിച്ചോ അത് പെന്തക്കോസ്തിൽ കർത്താവ് മറിച്ചു. കാരണം ഇപ്പോൾ ആരേതു ഭാഷയിൽ പറഞ്ഞാലും അതാ അവർ പറയുന്നത്, ഇവരെല്ലാം എങ്ങനെയാണ് ഞങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നത്? ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? അതെങ്ങനെ സംഭവിച്ചത്? അതാണ് പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ. പെന്തക്കോസ്തിൽ ഒറ്റ ശരീരമേ ഉള്ളൂ. ആത്മാവ് എന്ത് ചെയ്തിരിക്കുന്നു? സകലരെയും ഒരു ശരീരമായി രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, ഈ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടികളും അല്ല ജാതി വ്യവസ്ഥക്കെതിരെയും സ്ത്രീധനത്തിനെതിരെ നിൽക്കേണ്ടത് നമ്മളാണ്. കാരണം നമുക്കേ ആത്മാവുള്ളൂ. നമ്മളെ മാത്രമേ ആത്മാവ് യൂണിഫൈ ചെയ്തിട്ടുള്ളൂ. നമുക്ക് മാത്രമാണ് ഒരു ശരീരം എന്നുള്ള മർമ്മം വെളിപ്പെട്ടിട്ടുള്ളൂ. ക്രിസ്തു എന്ന തലയിൽ ഒരു ശരീരമായിട്ട് നമ്മളാണുള്ളത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊരു ശബ്ദമായി മാറിയാൽ ഇന്നത്തെ യൗവനക്കാർ എങ്ങും പോവില്ല. കാരണം അവർക്കറിയാം, വി ആർ സ്റ്റാൻഡിങ് ഫോർ ട്രൂത്ത്, വി ആർ സ്റ്റാൻഡിങ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചാൽ അവർ എങ്ങോട്ടും പോവില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഒരു മതത്തിന്റെ ഭാഗമായി മാത്രമാണ് ഈ ആത്മീയതയെ കാണുന്നത്. ഇത് എളുപ്പമല്ല. ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് മാത്രം അത് എളുപ്പമല്ല. ഈ സ്ത്രീധനം എന്നുള്ള വിഷയം മാത്രമല്ല, സമ്പത്തിന് വേണ്ടി ജീവിക്കുന്നത് തന്നെ ദൈവവചനത്തിന് വിരുദ്ധമാണ്. കാരണം കർത്താവിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അവനാണ് നമ്മുടെ ജീവൻ. വി ലിവ് ബൈ ദ ലോർഡ്. ഇത് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്റെ മുമ്പിലുള്ള ടൈമിന്റെ ലിമിറ്റേഷൻ ഒരു ബിഗ് ലിമിറ്റേഷൻ ആണ്. എങ്കിലും ഞാൻ പറയാം, നമ്മുടെ ധനം എന്താണ്, നമ്മൾ എങ്ങനെ ജീവിക്കേണ്ടത്. ഞാൻ പ്രിയ സഹോദരങ്ങൾ, ഞാൻ നിങ്ങളോട് പറയട്ടെ, 45-ാം വയസ്സിലുള്ള എത്രാം വയസ്സിലും കർത്താവിനെ വിളിച്ചിറങ്ങുന്നവർ കർത്താവ് മാത്രം മതി. ഹി ഈസ് സഫിഷ്യന്റ്. വി ഡു നോട്ട് നീഡ് എനിത്തിങ് എൽസ്. അവന് നമ്മളെ നടത്താൻ കഴിവുള്ള ദൈവമാണ്. പത്രോസിന്റെ ലേഖനം നമ്മൾ നോക്കി, 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഇങ്ങനെയാണ്: തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ.
അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളെ നൽകിയിരിക്കുന്നു. അപ്പോൾ ജീവനും ഭക്തിക്കും ഉള്ളതെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്, ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഹാരം കഴിക്കാനുള്ള ആഹാരം, പിന്നെ നമുക്ക് പള്ളിയിൽ പോകുമ്പോൾ ഇടാനുള്ള സ്വോത്രകാഴ്ച, ദശാംശം, വണ്ടിക്കൂലി. ജീവനുള്ളതായി ഭക്തിക്കുള്ളതായി, ഇങ്ങനെ ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കൂടുതലൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നെ ഇത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ വായിച്ചപ്പോഴാണ് ഇങ്ങനെയാണ്: തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചെന്നല്ല എഴുതിയേക്കുന്നത്, തന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചവനാണ്. അപ്പൊ മഹത്വത്തിലേക്കും, ടു ഹിസ് ഓൺ ഗ്ലോറി ആൻഡ് എക്സലൻസ്, അങ്ങനെയാണ് എല്ലാ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസിലും അങ്ങനെയാണ്. അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും. അപ്പൊ നമ്മെ വിളിച്ചപ്പോൾ ഒരു വിളി ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയോ? യേശുവിനെ പോലെ ആകാനുള്ള വിളി, ക്രിസ്തുവിനെ പോലെ ആകാനുള്ള വിളി. ആ വിളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്ത് വിളിയാണ് കേട്ടിട്ടുള്ളത്? നമ്മുടെ പാസ്റ്റർമാർ ഞാനും ഒക്കെ സുവിശേഷം പറയുന്നത് നിങ്ങൾക്ക് കളവാരം ഉണ്ടോ? പ്രാർത്ഥിക്ക് ബ്രദറെ, ദൈവം സൗഖ്യം തരും, ദൈവം വിടുവിക്കും. രോഗമുണ്ടോ? ദൈവം സൗഖ്യം തരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരെ വിളിച്ചത്. ഞാനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കാം ബ്രദറെ, ദൈവം ആശ്വസിപ്പിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വരുന്നത്. പക്ഷെ ദൈവം എങ്ങനെ വിളിക്കുന്നറിയോ? ദൈവം എന്തിനാ തെരഞ്ഞെടുക്കുന്നറിയോ? അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അവൻ വിളിച്ച വിളി അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കുള്ള വഴിയാ. പുത്രനെ പോലെ ആകാനുള്ള, പുത്രന്റെ തേജസ് പ്രാപിക്കാനുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ വിളിക്ക് അവന്റെ പരിജ്ഞാനം അനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ളതും ഭക്തിയോടെ ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കാനുള്ള എല്ലാ ആത്മീക ധനവും നമുക്ക് അവൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ചേസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സക്സസ്ഫുൾ ആകണമെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു പ്രസംഗകനാണല്ലോ, നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയാമായിരിക്കും. എത്ര പേർക്ക് അറിയാമായിരുന്നു എനിക്കറിയില്ല, പക്ഷെ പലർക്കും എന്നെ അറിയാമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഒരു മനുഷ്യന് ജീവിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? പണം, വിദ്യാഭ്യാസം, ആളുകളുടെ അംഗീകാരം, ഓക്കെ, ആരോഗ്യം, പിന്നെ അഭിമാനം, ഇതൊക്കെയാണ് ഒരു മനുഷ്യന് വേണ്ടത്. പിന്നെ ജീവിക്കാൻ ആവശ്യമായ വസ്ത്രങ്ങൾ, മറ്റ് മെറ്റീരിയൽ സാധനങ്ങൾ. എന്നാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? ക്രിസ്തുവിനെ പോലെ ജീവിക്കാനാണ് നമ്മുടെ വിളി. ആ വിളി പൂർത്തിയാക്കാൻ നമുക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവൻ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അവന് ലഭിച്ച അതേ സമ്പത്ത്, ആ ജീവൻ ജീവിക്കാനുള്ള ഭക്തിക്ക് വേണ്ടതെല്ലാം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ചിന്തിക്കാനും ജീവിക്കാനും നടക്കാനും വിശുദ്ധീകരണം പ്രാപിക്കാനും ആത്മാവിന്റെ ശബ്ദം കേൾക്കാനും ആ ജീവൻ നമ്മൾ അനുഭവിക്കാനുമുള്ളത് വേണ്ടതെല്ലാം ഇത് യൗവനക്കാർക്ക് മാത്രമല്ല സകലർക്കും ആത്മാവിന്റെ നല്ല ദാനങ്ങളെ കർത്താവ് വെച്ചിട്ടുണ്ട്. അത് വെച്ചാണ് നമ്മൾ പുത്രനെ പോലെ ജീവിക്കുന്നത്. ഓരോ സഭയിലും പുത്രനെ പോലെ ജീവിക്കാനുള്ള ട്രെയിനിങ് ആണ് നൽകപ്പെടേണ്ടത്. ഓരോ മക്കളിലേക്ക് എത്തേണ്ടത് യേശുവിനെ പോലെ ജീവിക്കാനുള്ള ആത്മശക്തിയെ കുറിച്ചാണ്. നമ്മൾ ആത്മാവിന്റെ കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കണം, വി ആർ കോൾഡ് ടു ലിവ് ഹിസ് ലൈഫ്. അവന്റെ ജീവൻ ജീവിക്കാനാണ്. അവന്റെ ജീവൻ ഞാൻ ജീവിക്കണമെങ്കിൽ എന്റെ ജീവൻ ഞാൻ ജീവിക്കരുത്. ഐ ഡൈഡ് ടു മൈസെൽഫ്. ഞാൻ എന്നോട് തന്നെ മരിച്ചു. ഐ ഡൈഡ്. ഞാൻ മരിച്ചു. ഈ ഞാൻ മരിച്ചു എന്നുള്ളതാണ് ഫെയ്ത്ത്. ഓക്കെ, നമുക്ക് ആ വാക്യം എങ്ങനെയാണ് ഈ ജഡത്തെ കട്ട് ഓഫ് ചെയ്യുന്നതിലേക്ക് നമുക്ക് വരാം. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഞാൻ വായിക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന്, ദാറ്റ് മീൻസ് സ്പീക്കിംഗ് അബൌട്ട് ദാറ്റ് സ്പിരിച്വൽ സർക്കംസിഷൻ. പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ദാറ്റ് മീൻസ് വെൻ ക്രൈസ്റ്റ് ഡൈഡ്, ഐ ഡൈഡ് വിത്ത് ഹിം. 2 കൊരിന്ത്യർ ലേഖനം 5:14 പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. When one man died for all, all died. ഒരാൾ മരിച്ചപ്പോ എല്ലാവരും മരിച്ചു. ഓക്കെ, ഇപ്പൊ ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോ എല്ലാവരും മരിച്ചു. ഞാൻ മരിച്ചോ? ഇതാണ് കാണാത്ത കാര്യം. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഇടതുവശത്തെ ക്രൂശിൽ ഒരു കള്ളൻ ഉണ്ടായിരുന്നു, വലതുവശത്തെ ക്രൂശിൽ ഒരു കള്ളൻ ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേര് മരിക്കുന്നതാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. 3 പേര് മരിക്കുന്ന ചരിത്രം കണ്ടുള്ളൂ. എന്നാൽ കാണാത്തൊരു കാഴ്ച ഉണ്ടായിരുന്നു. ആ നടുക്കത്തെ ക്രൂശിൽ, ക്രിസ്തുവിന്റെ ക്രൂശിൽ എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് കള്ളന്മാരായിരുന്നു മരിച്ചത്. അവന്റെ മരണത്താൽ അവൻ എന്റെ മരണം നീക്കിക്കളഞ്ഞു. The death I should have died, he died in my place. അപ്പൊ ഒന്ന് വിശ്വസിച്ച് നോക്കിയേ, അവൻ മരിച്ചപ്പം ഞാനും മരിച്ചു. റോമാലേഖനം 6:11 പറയുന്നു, നാം പാപസംബന്ധമായി മരിച്ചവരെന്ന് നമ്മെ തന്നെ എണ്ണുവിൻ. ഈ പാപസംബന്ധമായി മരിച്ചാൽ പിന്നെ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം?
മരിച്ച ആളെ നമ്മൾ മരിച്ചെന്നൊന്ന് സങ്കല്പിച്ചു, ഒരു നിമിഷത്തേക്കും സങ്കല്പിച്ചു നോക്കി. യേശുക്രിസ്തു മരിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെയാ മനസ്സിലായത്? പട്ടാളക്കാർ കുന്തം കൊണ്ട് കുത്തി നോക്കി അവസാനം, അല്ലെ? കുന്തം കൊണ്ട് കുത്തി നോക്കിയപ്പോൾ രക്തവും വെള്ളവും കൂടെ ഒഴുകി അവന്റെ വിലാപ്പുറത്ത് നിന്ന്. അപ്പം മനസ്സിലായി കർത്താവ് മരിച്ചു എന്ന് ഫൈനലി കൺഫേം ചെയ്തു. ഞാൻ അവന്റെ കൂടെ മരിച്ചായിരുന്നു. ഇതെങ്ങനെ കൺഫേം ചെയ്യും? നമ്മളെ ആരെങ്കിലും കുത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മരിച്ചോ ഇല്ലയോ. നമ്മളെ ആരെങ്കിലും കുത്തുമ്പോ ആഹാ എന്നെ കുത്തുന്നോടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചിട്ട്. ലോകത്തിൽ എന്തെങ്കിലും കാണുമ്പോ കൊള്ളാമല്ലോ എന്ന് തോന്നുമ്പോ മരിച്ചിട്ട്. നമ്മൾ ഈ ലോകത്തിന്റെ തത്വങ്ങൾ അനുസരിച്ച് പിന്നെ ജീവിക്കാൻ പോകുമ്പോൾ അതിനർത്ഥം എന്താ? നമ്മൾ മരിച്ചിട്ടില്ല. മരിച്ചെന്ന് വിശ്വസിച്ച് നോക്കി ഇന്ന് വീട്ടിലോട്ട് ചെല്ലുമ്പോ, വീട്ടിൽ തന്നെയാണല്ലോ ഇരിക്കുന്നതല്ലേ. ഞാൻ ഈ യോഗത്തിൽ പ്രസംഗിച്ച് അങ്ങനെ പറഞ്ഞു പോകുന്നേ. ഭാര്യ വഴക്കുണ്ടാക്കുക, ഞാൻ മരിച്ചല്ലോ. മരിച്ചയാൾ പിന്നെ എന്തിനാ തിരിച്ചു പറയുന്നത്? ഭർത്താവ് കള്ളു കുടിച്ചിട്ട് ഇടിക്കുകയാണ്, ഞാൻ മരിച്ചു പോയല്ലോ. മരിച്ചു പോയ ആൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചിലർ പറയല്ലേ, എന്നെ ആ ചർച്ച ചെന്നിട്ട് അവരാരും ബഹുമാനിച്ചില്ല ബ്രദറെ. മരിച്ചു പോയവൻ എന്തോ ബഹുമാനിക്കാനാ ബ്രദറെ? മരിച്ചു പോയവൻ ആരെങ്കിലും ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഈ മനുഷ്യരുടെ ബഹുമാനം വേണമെന്ന്, ആളുകളുടെ മുമ്പിൽ മാനമാണെന്ന്, കല്യാണം നടക്കുമ്പോൾ ഇത്രയും പേര് അറിയണമെന്ന്. സ്ത്രീധനത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്, അത് ഞാൻ പിന്നെ പറയാം തീരുന്നതിന് മുമ്പ്. എന്റെ കല്യാണം ആഘോഷമായി നടക്കണമെന്ന് മരിച്ച ഒരാൾക്ക് തോന്നുമോ? കർത്താവ് ജീവിക്കുന്നെങ്കിൽ തോന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? നമ്മൾ അവന്റെ മരണത്തിൽ പങ്കാളിയായില്ല, മുങ്ങിയതേ ഉള്ളൂ. മുങ്ങിയപ്പോ മരിച്ചില്ല. when we were baptized we did not die. അതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നുള്ളത് നമ്മൾ കോപ്പി ചെയ്ത് തുടങ്ങി. നമ്മുടെ മനസ്സിന് വേണ്ടിയുള്ള യുദ്ധം മറ്റുള്ളവർ കൈവശമാക്കി, ലോകം കൈവശമാക്കി. ആത്മാവിന് കിട്ടുന്നില്ല. ആത്മാവിന്റെ ടീച്ചിങ് നമ്മൾ എന്റർടൈൻ ചെയ്യുന്നില്ല. നമുക്ക് മടുപ്പ് തോന്നുക. ആത്മാവിന്റെ കാര്യം അത് നശിച്ചു പോകുന്നവർക്ക് ബോഷത്വമാണ്. നശിച്ചു പോകുന്നവർക്ക് അവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അവര് ജഡത്തിന് വേണ്ടി ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ മനസ്സിന്റെ സ്പേസ് ആരെടുത്തോണ്ട് പോയി? ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ദൈവത്തിന്റെ കാര്യങ്ങൾ ആലോചിക്കാൻ കഴിയുന്നില്ല, ആ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ജഡത്തിന്റെ മോഹങ്ങൾ, നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, നമ്മുടെ ഇന്ദ്രിയങ്ങൾ എല്ലാം കൂടെ ചേർന്ന് ഈ ജഡത്തിന്റെ മോഹങ്ങളെല്ലാം കൂടെ ചേർന്ന് ഈ മനസ്സിനെ അങ്ങ് വകഞ്ഞങ്ങ് എടുത്തു. മനസ്സ് പുതുക്കി കർത്താവിന്റെ ആത്മാവിന്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയുന്നില്ല. ഇത് ആണ് ഈ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ കാണുന്നത് ലോകത്തോടുള്ള മോഹം. മനുഷ്യനെ പണമുണ്ടാക്കാനുള്ള സങ്കേതമായി ഉപയോഗിക്കുന്നത്. സ്ത്രീധനം എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ സ്ത്രീധനം മാത്രമല്ല, അതിനകത്തൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വിവാഹങ്ങളുടെ ആഡംബരം. എന്തുകൊണ്ട് ഇത്രയും പണം? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപ മുടക്കി കല്യാണം നടത്തുന്നു. എന്താണ് ഇതിന്റെ പ്രസക്തി? കല്യാണം കഴിച്ച് 2-ാം ദിവസം തൊട്ട് വഴക്കടിക്കുന്നു. ഇത്രയും ലക്ഷം മുടക്കി കല്യാണം കഴിച്ചാലും ഇത് ചുരുക്കാനാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. വളരെ ലളിതമായിട്ട് നമ്മൾ ഈ ലോകത്തിന് നമുക്ക് മാതൃക കാണിച്ച് കൊടുക്കാൻ പറ്റുന്ന ചില ഇതൊന്നും ഞാൻ പറഞ്ഞാൽ നടക്കില്ലെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ വിചാരിക്കുക എന്റെ മോളുടെ കല്യാണം നടക്കട്ടെ പിന്നെ പാസ്റ്റർ പ്രസംഗം എന്ന് ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മോടിയും ദാടിയും വലിപ്പവും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ വെപ്രാളം എല്ലാം ചെയ്ത് നമ്മളിൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ അല്ലാത്തതുകൊണ്ടാണ്. ക്രിസ്തുവിന്റെ ജീവൻ അല്ലാത്തതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ യേശു ക്രിസ്തുവിന്റെ കൂടെ ഞാൻ മരിച്ചു. ഇതാണ് ഫെയ്ത്ത്. അപ്പൊ ഫെയ്ത്തിൽ ഞാൻ നോക്കുമ്പോൾ ഞാനില്ല, ഞാൻ ചത്തുപോയി. എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ മരിച്ചു? ഇതിങ്ങനെ പറയാൻ വേണ്ടി നമ്മളെ സ്നാനപ്പെടുത്തിയത് അറിയോ? സ്നാനപ്പെടുത്താൻ നേരത്തെ എന്താ സംഭവിച്ചത്? നമ്മൾ ചത്തുപോയി, ശരിക്കും മരിച്ചു കുഴിച്ചിടുമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ സ്നാനപ്പെട്ട 7-ാം മാസമാണ് എൻ്റെ അങ്കിളും ആന്റിയും എൻ്റെ അപ്പനും അമ്മയും അങ്കിളിന്റെ മോനും അങ്ങനെ 5 പേര് അടിമാലി അസംബ്ലി ഓഫ് ഗോഡിൽ സ്നാനപ്പെടുന്നു. അപ്പൊ ഈ സ്നാനപ്പെടാൻ വേണ്ടി പോകുന്ന വഴിക്ക് ജീപ്പിലാ പോകുന്നത്. അപ്പൊ ആൾക്കാരെല്ലാം ഇങ്ങനെ 2 വഴിയിലുണ്ട്, മരണവണ്ടി പോകുന്ന പോലെ. എൻ്റെ അങ്കിൾ ഇത്തിരി ധൈര്യം കൂടുതലുള്ള ആളായിരുന്നുണ്ട്. പുള്ളി നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലൊരു മാമോദീസ നടക്കുകയാണ്, നിങ്ങൾ എല്ലാവരും വരണം. അപ്പൊ മാമോദീസ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നപ്പോഴാണ് മനസ്സിലായത് മാമോദീസ അല്ല, സ്നാനമാണെന്നുള്ള കാര്യം. വലിയവരുടെ സ്നാനം. അപ്പോൾ ക്ലാസ് ഒക്കെ എടുത്ത് വലിയ ആഘോഷമായിട്ടാണ്. അപ്പൊ അയൽവക്കത്തെ വീട്ടിലൊരു ഹിന്ദു സഹോദരി ഈ ജീപ്പിനകത്ത് കയറി പറ്റിയാൽ. അപ്പൊ സ്നാനം കഴിഞ്ഞ് എല്ലാവരും സ്നാനപ്പെട്ടു. അവസാനം എൻ്റെ ആന്റിയും കൂടെ സ്നാനപ്പെട്ടിട്ട് കയറി വന്ന ഉടനെ ഉണ്ടല്ലോ ഈ പെൺകുട്ടി ഹിന്ദു സഹോദരി നെഞ്ചിനിട്ടൊരു 4 അടി ഒരൊറ്റ കരച്ചിൽ. അതിന്റെ മാത്രം കുറവുണ്ടായിരുന്നു. അപ്പൊ ആന്റി ചോദിച്ചു, ഞാൻ സ്നാനപ്പെട്ടത് നീ എന്തിനാ കരയുന്നു? അപ്പോ ആ സഹോദരി പറയാം, ഇനി നിങ്ങൾ ആരും ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് കരഞ്ഞാ. അതെങ്ങനെ അവർക്ക് മനസ്സിലായത്? സ്നാനപ്പെട്ടിട്ട് 25 വർഷം 30 വർഷം 50 വർഷമായി നമുക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ ഇനി അവരുടെ കൂടെ ഇല്ല എന്നുള്ള കാര്യം.
പക്ഷെ സ്നാനം കണ്ടുകൊണ്ടിരുന്ന ആ സഹോദരി പറയാണ്, ഇനി നിങ്ങൾ ആരും ഞങ്ങളോട് ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, നെഞ്ചത്തടിക്കുക. ദേ സോ ദാറ്റ് ഡെത്ത് ആൻഡ് ബറിയൽ. നമ്മളത് കാണുന്നില്ല. വി ഡൈഡ്. വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ മരിച്ചു. എന്റെ ആശയങ്ങളോട്, എന്റെ കൊതികളോട്, എന്റെ സ്വപ്നങ്ങളോട്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെയാകണം അങ്ങനെയാകണം എന്നുള്ളതൊക്കെ വിട്ടിട്ട്, കർത്താവെ നിന്റെ മുമ്പിൽ നിന്റെ ആത്മാവിനെ ഒരു കാറ്റുപോലെ വീശാൻ, നീ ജീവിച്ച അതേ ജീവിതം അനുഭവിക്കാൻ, ആ ആത്മസന്തോഷം അനുഭവിക്കാൻ. വീണ്ടും ജനിച്ചവർക്ക് മാത്രം കേട്ടോ ഈ പറയുന്ന കാര്യങ്ങൾ എക്സൈറ്റ് ചെയ്യുള്ളൂ. വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലൈഫ് എക്സൈറ്റിംഗ് ആയിരിക്കത്തില്ല. അപ്പോൾ കർത്താവിന്റെ ജീവൻ ജീവിക്കാൻ, ആ ജീവൻ കാറ്റുപോലെ വീശുന്ന ലൈഫിലേക്ക് കടന്നു പോകാൻ, അങ്ങനെ ആ ജീവൻ ജീവിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടി അല്ല. ഓക്കെ, അപ്പൊ യേശുക്രിസ്തുവിനൂടെ മരിച്ചാൽ എന്താ പ്രത്യേകത? നമ്മളൊരു മരണം അനുഭവിക്കും, നമ്മുടെ ജഡത്തിന്റെ മരണം, കട്ടിങ് ഓഫ് ദാറ്റ് ഓൾഡ് ഫ്ലഷ്, പഴയ തത്വങ്ങളുടെ മരണം. കൊളോസ്യർ 2:20 പറയുന്നു, നമ്മൾ ക്രിസ്തുവിൽ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് അവനോടുകൂടെ മരിച്ചു. സോ വി ഡൈഡ് ടു ദ എലിമെന്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് വേൾഡ്. അപ്പൊ മരണത്തെക്കുറിച്ച് ഒത്തിരി വാക്യങ്ങളുണ്ട്. നമ്മൾ 2-3 വാക്യങ്ങൾ കണ്ടു, ഇനിയുമുണ്ട് വാക്യങ്ങൾ. റോമാലേഖനം 7:4 പറയുന്നു നമ്മൾ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഓക്കെ, 6:6 നമ്മൾ വായിച്ചു, ഗലാത്യർ 2:20 വായിച്ചു, 2 കൊരിന്ത്യർ 5:14 വായിച്ചു. ഇവിടെ എല്ലാം നമ്മുടെ മരണമാണ് പ്രസ്താവിക്കുന്നത്. കൊളോസ്യർ 3:2 പറയുന്നു, നാം മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം എന്താ നമ്മോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബുദ്ധി കൊണ്ട് തോന്നുന്ന, ജഡത്തിന് തോന്നുന്ന ജീവിതം ജീവിക്കാൻ നമുക്ക് അധികാരമില്ല എന്നുള്ളതാണ്. ഇഫ് യു ആർ ലിവിംഗ് ബൈ ഫെയ്ത്ത്, ഇറ്റ് മീൻസ് യു കനോട്ട് ലീവ് ദ ലൈഫ് ഓഫ് ഫ്ലഷ്. ജഡത്താലുള്ള ജീവിതം ജീവിക്കാൻ നമുക്ക് അധികാരമില്ല. ദാറ്റ് ഡൈഡ്. ഈ വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഈ വിശ്വാസമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് വരേണ്ടത്. നമ്മൾ നമ്മുടെ ജീവനല്ല, ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കണം. ഇത് വളരെ യൗവനകാലത്ത് കിട്ടേണ്ടതാണ്. യൗവനകാലത്ത് അത് കിട്ടിയെങ്കിലേ നമുക്ക് അതിന്റെ പെർഫെക്ഷന്റെ ആ മനോഹാരിത നമുക്ക് മനസ്സിലാകാൻ എളുപ്പമാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ യേശുക്രിസ്തുവിന്റെ കൂടെ മരിച്ചാൽ എന്താണ് അതിന്റെ കോൺസിക്വൻസ്? അവന്റെ കൂടെ നമ്മൾ പുനരുത്ഥാനവും പ്രാപിക്കും. അപ്പൊ ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് അതാണ്. ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഞാൻ ഒരു ദിവസം എന്റെ പറുദീസയിലേക്ക്, എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിലേക്ക്, കർത്താവിന്റെ അടുത്തേക്ക് ഞാൻ പോകും എന്നുള്ള കോൺഫിഡൻസ് ആണ്. ഈ കോൺഫിഡൻസ് ആണ് നമ്മളെ ലോകത്തെ ജയിക്കാൻ നമ്മളെ സഹായിക്കുന്നത്, സ്വർഗീയമായ ആനന്ദം നമുക്ക് തരുന്നത്. ഞാനൊരു ചെറിയ എക്സാമ്പിളിൽ പറയാം. ഞങ്ങൾക്ക് 4 പിള്ളേരുണ്ട്. ഒരു മോള്, ഒരു അഡോപ്റ്റഡ് മോൾ. ഞങ്ങൾക്ക് 3 അഡോപ്റ്റഡ് പിള്ളേരുള്ളത്, ഒരു സ്വന്തം മകനാണ്. ഞങ്ങൾ മിഷൻ ലൈഫിൽ ഞങ്ങൾ എടുത്ത കുഞ്ഞുങ്ങളാണ്. 3 പേര് 8 ഓർഫൻസ് ആണ്. അപ്പൊ അതിലൊരു മോള് സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ചെറുപ്പം തൊട്ട് അങ്ങനെയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കും. ഇവളും ചോക്ലേറ്റ് കഴിക്കും, പക്ഷെ അവസാനം കഴിക്കുള്ളൂ. എല്ലാവരും കഴിച്ചു കഴിയുമ്പോൾ ചോക്ലേറ്റ് ഇട്ട് തുറക്കും. അപ്പൊ വേറെ ആരുടെയെങ്കിലും ചോക്ലേറ്റ് ഉണ്ടാവുന്നു, ഇവള് മാത്രം ഇത് കഴിക്കും. അപ്പോ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കി 2-3 ദിവസം പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പോ ഞാൻ അവളോട് പറഞ്ഞു, മോളെ നീ ആദ്യം ഈ ചോക്ലേറ്റ് പെട്ടെന്ന് കഴിക്കാമെങ്കിൽ, ഫസ്റ്റ് ഫിനിഷ് ചെയ്യാമെങ്കിൽ എനിക്ക് ഞാൻ വലിയൊരു ചോക്ലേറ്റ് തരാമെന്ന് തോന്നി. ഇവിടെ അന്ന് റാപ്പർ പോലും തുറക്കുന്ന ആരും കണ്ടില്ല, അത്ര ഫാസ്റ്റ് ആയിട്ടുള്ള കഴിച്ചു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ഈ ലോക ജീവിതമാകുന്ന ഒരു ചോക്ലേറ്റ്, ഈ ചോക്ലേറ്റ് തീർന്നു പോകുമോ എന്നുള്ളൊരു പേടി നമുക്കുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഞായറാഴ്ച വന്നിട്ട് കർത്താവേ കഴിഞ്ഞ ആഴ്ച ഈ ചോക്ലേറ്റ് തീർന്നു പോകാഞ്ഞതിനായിട്ട് സ്തോത്രം നമ്മൾ പറയുന്നത്. അനേകം ആൾക്കാരുടെ ചോക്ലേറ്റ് തീർന്നു പോയി, അവർ നിത്യദേശത്തിലേക്ക് പോയി. എന്നെ നിത്യദേശത്തിലേക്കൊന്നും കൊണ്ടുപോകാതെ ഈ കേരളത്തിൽ തന്നെ ഇട്ടതിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. നിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയില്ലല്ലോ കർത്താവ് എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്തല്ലേ നമ്മൾ മിക്കവാറും ഞായറാഴ്ച തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഈ ചോക്ലേറ്റ് തീർന്നു പോകുന്നുള്ള പേടി കാരണം. അതേ സമയത്ത് വലിയൊരു ചോക്ലേറ്റ് അവളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത് വിഴുങ്ങിക്കളഞ്ഞു ആദ്യത്തത്. കാരണം എന്താ? അവൾക്ക് മനസ്സിലായി ഇതിനപ്പുറത്ത് വേറൊരു ചോക്ലേറ്റ് ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും കർത്താവ് വലിയൊരു ഓഫറുമായിട്ട്, ഒരിക്കലും രുചി മാറാത്ത, രുചി വർദ്ധിച്ചു വരുന്ന ഒരു ചോക്ലേറ്റുമായിട്ട് കർത്താവ് അപ്പുറത്ത് നിൽക്കുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിന്റെ വല്ലതും നോക്കുമോ സഹോദരങ്ങളെ? ഇതെങ്ങനെയെങ്കിലും തീർത്തിട്ട് അങ്ങോട്ട് ഓടണം എന്നല്ലേ തോന്നുള്ളൂ. ഇത് അങ്ങനെ തോന്നാത്ത എന്തുകൊണ്ടാ? നമ്മൾ അപ്പുറത്തെ കാഴ്ച കാണുന്നേ ഇല്ലെന്നുള്ളതാണ്. അപ്പുറത്തെ കാഴ്ച കാണുന്നതേ ഇല്ല. കാരണം അത് ആ പ്രത്യാശയുടെ ആ ഒരു ചിത്രം പോലും നമുക്ക് ഇല്ലാതായിപ്പോയി. എത്ര വേദനാജനകമായ കാര്യമാണ്. അതായത് നമ്മൾ എത്ര പേർക്ക് പ്രത്യാശയുണ്ട് ഇന്ന് കർത്താവ് നമ്മൾ സ്വർഗത്തിൽ പോകും? എത്ര പേര് അതിനുവേണ്ടി ആശിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഇത് ഇല്ലെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ പല സ്ഥലത്ത് ഈ അടുത്ത കാലത്ത് പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ സഭ എങ്ങോട്ടാണ് പോകുന്നുള്ള ഒരു ഡയറക്ഷൻ. ഓക്കെ, നമ്മുടെ സഭ ഞാൻ ഉദ്ദേശിച്ചത് വേർപെട്ട സഭകൾ. ഞാൻ 94-ൽ രക്ഷിക്കപ്പെടുമ്പോൾ അന്ന് നമ്മളൊരു കാസറ്റ് ഷോപ്പിൽ പോയി. ഇന്ന് CD ഒന്നും അല്ല, കാസറ്റ് ഷോപ്പിൽ പോയി ഒരു കാസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാല്
ആ കാസറ്റിലെ പാട്ടുകൾ എന്തൊക്കെയായിരിക്കും അറിയാം? പോപ്പുലർ പാട്ടുകൾ, ചർച്ചിൽ പാടുന്ന പാട്ടുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പോപ്പുലർ ആയിട്ട് ആൾക്കാർ പാടുന്ന പാട്ടുകൾ. സ്വർഗനാട്ടിലൻ, ഞാൻ പാടാറില്ല കേട്ടോ, പറയുന്നതായിട്ട് വിചാരിച്ചാൽ. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി, പാട്ടാ അല്ലെ? മൽപ്രിയനെ അന്വേഷിച്ച് നായകനെ എപ്പോ വരും? അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. എല്ലാ പാട്ടും പ്രത്യാശ ഗാനങ്ങളാണ്. അന്നൊരു ഭയങ്കര, നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന്, നമ്മൾ ട്രാക്ട് അടിച്ചിറക്കും. ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെയായിരിക്കും? അന്നത്തെ ട്രാക്ടുകളാ. കൺവെൻഷൻ പ്രസംഗം എവിടെ പ്രസംഗിച്ചാലും കർത്താവിന്റെ വരവ് തേജസ്, നമ്മൾ പ്രാപിക്കാൻ പോകുന്ന നിത്യമായ കിരീടങ്ങൾ, നമ്മൾ പ്രാപിക്കാൻ പോകുന്ന തേജസ്സുകൾ. അന്ന് കൺവെൻഷൻ സ്റ്റേജ് മുഴുവൻ അതായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം 94-ന് ശേഷം ഇന്നേ വരെ സഹോദരങ്ങളെ ഒരൊറ്റ പ്രത്യാശ ഗാനം പോലും ഒരിടത്തും ഹിറ്റായിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒറ്റ പാട്ട് പോലും. ഇന്ന് ഞാൻ ആദ്യം പാട്ട് ശ്രദ്ധിച്ചില്ല, നിങ്ങളത് പാടിക്കാണാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വരില്ല. ഇന്ന് പാടുന്ന പാട്ട് എന്റെ വീട്ടിൽ ആഹാരം കുറയലെന്നും, ഞാൻ അധ്വാനിക്കുന്ന വേറെ ആർക്കും കൊടുക്കാതെ ഞാൻ തന്നെ തിന്നുമെന്നും, അതുപോലെ എന്റെ പുരയ്ക്കകത്ത് നീ വരാതെ ദൂരെ നിന്ന് എന്നെ അനുഗ്രഹിച്ചോണമെന്നൊക്കെയാണ്. പണ്ടൊക്കെ അറ്റ്ലീസ്റ്റ് വീടിന്റെ ഫ്രണ്ടിലെങ്കിലും എഴുതി വെക്കായിരുന്നു, കർത്താവ് ഈ വീടിന്റെ നായകൻ. ഇന്ന് കർത്താവ് വീട്ടിൽ കയറണ്ടെന്ന് പറയുന്നത്. ദൂരെ നിന്ന് അനുഗ്രഹിച്ചാൽ മതി. പോയ പോക്ക് ആലോചിച്ച് നോക്ക്. പ്രത്യാശ പോലും ഇല്ലാത്ത ഒരു കാലഘട്ടം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ആശിക്കുന്നതിൽ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. നമുക്ക് എല്ലാം വിശ്വാസമാണ്. എന്റെ അമേരിക്കയിലേക്കുള്ള വിസ റെഡിയാക്കുന്ന ദൈവം, ഭയങ്കര വിശ്വാസമാണ്. സ്വർഗത്തിൽ കൊണ്ടുപോകും, അറിയാൻ വയ്യ, ഉറപ്പില്ല. പിന്നെ എന്താ വിശ്വസിക്കുന്നത്? എന്താണ് വിശ്വാസം? നോ ഫെയ്ത്ത്. കാരണം എന്താ? ലൈഫിലേക്ക് നോക്കുമ്പോൾ കർത്താവിന്റെ ജീവനല്ല ജീവിക്കുന്നത്. ഫെയ്ത്ത് ലിവിങ് അല്ല, കാഴ്ചയാലാണ്, സ്വപ്നങ്ങളിലാണ് ജീവിക്കുന്നത്. ഈ സ്വപ്നങ്ങളെ വർദ്ധിപ്പിക്കത്തക്ക ശുശ്രൂഷകൾ സ്റ്റേജിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. പ്രവാചകം എന്ന് പറയുന്നത് അടുത്ത വർഷം വിടുതൽ, അടുത്ത ആഴ്ച വിടുതൽ. ഈ ആഴ്ച എങ്ങും പോകാൻ പ്ലാനില്ല. അതിങ്ങനെ അടുത്ത വർഷത്തെ സ്വപ്നമായി, അതിനടുത്ത വർഷത്തെ സ്വപ്നമായി, സ്വപ്നം കണ്ടും സ്വപ്നം പിള്ളേരിലേക്ക് പകർത്തിയും അവരിൽ അത്യാഗ്രഹം വളർത്തിയും, സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ ക്രൂശിൽ നിന്നും വളരെ വളരെ അകന്നു പോയിട്ട് നമ്മൾ പെട്ടെന്ന് ഇതിനെല്ലാം കൂടെ ശരിയാക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്വിച്ച് ഇല്ല. ദ ഹോൾ ചർച്ച് ഹാസ് ടു റിപ്പന്റ് ആൻഡ് ടേൺ ബാക്ക് ഫ്രം ദ വേൾഡ്. കാരണം നമ്മുടെ എല്ലാ മനസ്സുകളെ ഈ ലോകവും അതിലുള്ള ഏജന്റുകളും, ശരിക്കും പറഞ്ഞാൽ ഈ മൾട്ടിമീഡിയ ഡിവൈസുകളെ കുറിച്ച് വളരെ ആഴമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിനകത്ത് സംഭവിക്കുന്നത് നമ്മളെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാൻ ഇവർക്ക് കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, ഈ കൺട്രോൾസ്. അപ്പൊ നമ്മുടെ ജീവിതത്തെ മുഴുവൻ, നമ്മുടെ മനസ്സിനെ മുഴുവൻ കൺട്രോൾ ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അപ്പൊ ശരിക്കും നമ്മുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് എന്താ? എന്റെ ചിന്തകൾ മാറുക, എന്റെ ചിന്തകൾ ആത്മാവിന്റെ ചിന്തകളോട് ഏകീഭവിക്കുക, ദൈവം പറയുന്ന പോലെ നീങ്ങാൻ എന്റെ മനസ്സ് റെഡിയാവുക. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ സുവിശേഷ വേല. ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരനുണ്ട്, കാനഡയിലെ. അദ്ദേഹം സുവിശേഷ വേല ചെയ്യുമായിരുന്നു, പഠിക്കുകയായിരുന്നു. അവിടെ എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടിയ ഉടനെ അദ്ദേഹത്തിന് ഒരു ദൈവത്തിന്റെ ഒരു കോൾ ഉണ്ടായി, നീ സുവിശേഷ മിഷണറി ആയിട്ട് പോകണം. വീട്ടിലൊക്കെ കടമാണ്, അമ്മയ്ക്ക് സുഖമില്ല. അപ്പൊ അവൻ ചോദിച്ചു, കർത്താവെ ഞാൻ എങ്ങനെ പോകും? എന്റെ വീട്ടിലത്തെ പരിസ്ഥിതിയാണ്, ഞാൻ എന്റെ എഡ്യൂക്കേഷൻ ലോൺ പെൻഡിങ് ആണ്. കർത്താവ് പറഞ്ഞു, അതെല്ലാം ഞാൻ നോക്കിയോളാം, നീ ഇറങ്ങിക്കോ. അവൻ നേരെ ജോലി രാജിവെച്ചു. ജോലി 1 മാസം 2 മാസം കൊണ്ട് ചെയ്തു. ജോലി രാജിവെച്ച് ഇറാഖിലേക്ക് പോയി. ഇറാഖില് മിഷണറി വേല ചെയ്തു. അവിടെ ഒരു സഭയുണ്ടായി. ഇപ്പൊ അതേ നാട്ടിലുണ്ട്. തിരിച്ച് ഇറാഖിലേക്ക് പോകും. അവിടെ മുസ്ലിങ്ങളുടെ ഇടയിൽ വില്ലേജില് ചർച്ച് പ്ലാന്റിങ്, എത്രയോ മിഷണറി പ്രവർത്തനം. നമ്മുടെ പിള്ളേർ അതിനു വേണ്ടി നമുക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. എന്താ കാരണം? ആഗ്രഹിക്കാൻ പോലും പറ്റില്ല. കാരണം അവിടെ എല്ലാം ഈ ഡെവിൾ അതെല്ലാം കീഴടക്കിയിരിക്കുക. ലോകത്തിന്റെ തത്വങ്ങൾ ഇതിനെല്ലാം ഭരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അവന്റെ കൂടെ മരിച്ച് അവന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളിയാണ്. അപ്പൊ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ തേജസ് വാഗ്ദത്തം മൂലം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. വി നീഡ് ടു ബി അഷ്വേർഡ് ദാറ്റ് വി ഹാവ് എ ഹെവൻ. ആൻ എർത്തിലി ഇൻഹെറിറ്റൻസ് അല്ല, എ ഹെവൻലി ഇൻഹെറിറ്റൻസ്. നമുക്കൊരു രാജ്യം അവൻ വെച്ചിരിക്കുന്നു. നമുക്കായി അവൻ വീണ്ടും വരാൻ പോകുന്നു. നമുക്ക് ഈ ലോകത്തിന്റെ ആളുകളല്ല നമ്മൾ. നമുക്ക് കർത്താവ് ഒരു നിത്യമായ ഒരു ദേശം ഒരുക്കി വെച്ചിരിക്കുന്നു. ആ പ്രത്യാശയാണ്, ആ പ്രത്യാശയുടെ ഉറപ്പാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ വിശ്വാസത്തിൽ ഞാൻ എന്താ കാണേണ്ടത്? ഞാനല്ല ഇനി ജീവിക്കുന്നത്, ക്രിസ്തുവാണ്. വാഗ്ദത്തങ്ങളെ നോക്കിയാണ്, ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത നിത്യജീവനെ നോക്കിയാണ് നമ്മൾ മുമ്പോട്ട് ജീവിക്കേണ്ടത്. ആ ഒരു ലൈഫാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ലൈഫ്. നമുക്ക് ഞാൻ വരച്ച ചിത്രത്തിലേക്ക് ഒരിക്കൽ കൂടി വരാം. എങ്ങനെയാണ് നമ്മൾ ഇതിനെ കീഴടക്കുന്നത്? ഓക്കെ, ഈ ചിത്രത്തില് ഈ നടുക്കുള്ള ആത്മാവിൽ നിന്ന് വരുന്ന ചിന്തകൾ പതുക്കെ മനസ്സിലേക്ക് വന്ന് ആത്മാവിനോട് നമ്മുടെ മനസ്സ് ചേരും. ഓക്കെ,
അപ്പൊ ആത്മാവിനോട് മനസ്സ് ചേർന്ന് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് ജഡത്തിന്റെ ചിന്തകൾ. അപ്പൊ ശരീരം പറയും, ഒരു ചെറിയ എക്സാമ്പിളോട് ഞാനത് വിശദീകരിക്കാം. ശരീരം പറയും, എന്ത് രസമായിരുന്നു അത് കണ്ടോണ്ടിരിക്കാൻ, എന്തിനാ കട്ട് ചെയ്തത്. ആത്മാവ് പറയുന്നു, കർത്താവിനെ ശ്രദ്ധിക്കുക. ഇപ്പൊ ശരീരം മടുത്തു, ഓക്കെ 10 മിനിറ്റ് ഇന്നലെ മോനോട് പ്രാർത്ഥിക്കാൻ പറയാം, ഞാൻ ഒരാഴ്ച 10 മിനിറ്റ് നിങ്ങളോട് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, എന്റെ വൈഫ് പറഞ്ഞു, ഓക്കെ. അപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരം പറയുമോ, മടുത്തു, ഉറക്കം വരുന്നു, എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഈ ശരീരത്തെ യാഗമാക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ മനസ്സ് ശരീരത്തിന്റെ കൂടെ. അപ്പൊ മനസ്സ് പറയാം, എന്നാ പിന്നെ ഉറങ്ങാം. കാരണം എന്താ, മനസ്സിനെ ശരീരം പിടിച്ചടക്കിയിരിക്കുക, അല്ലെങ്കിൽ സ്ക്രീനുകൾ പിടിച്ചടക്കിയിരിക്കുക, മൊബൈൽ ഫോൺ, ഇതും കൂടെ കണ്ടിട്ടാകട്ടെ, അല്ലെ കുറച്ചു നേരം ഇരുന്നിട്ടാകട്ടെ. അപ്പൊ ആത്മാവിന്റെ വിശുദ്ധീകരണം നടക്കുന്നില്ല, ആത്മാവിന്റെ ചിന്തകളിലേക്ക് മനസ്സിന് പോകാൻ പറ്റുന്നില്ല, നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ കഴിയുന്നില്ല. സോ ഇറ്റ്സ് ആക്ച്വലി എ ബാറ്റിൽ ഫോർ അവർ മൈൻഡ്സ് വിച്ച് വി ആർ ലൂസിങ്. നമ്മുടെ മനസ്സ് പിടിച്ചെടുക്കാനുള്ള യുദ്ധമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആത്മാവിൽ നിന്ന് മനസ്സിലേക്ക് ചിന്തകൾ വന്ന് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് ആത്മാവിന്റെ ചിന്തകളെ കൊണ്ട് നമ്മൾ നിറയുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി മാറും. യേശു ക്രിസ്തു നമ്മിൽ വസിക്കുന്ന സ്വഭാവം. നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല, ക്രിസ്തു തന്നെ ആവുകയില്ല. പക്ഷെ ആ ക്രിസ്തുവിന്റെ ആ ജീവൻ നമ്മളെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കും. അവന്റെ തേജസ്സിന് വേണ്ടി നമ്മൾ കാത്തിരുന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രത്യാശയുടെ നിശ്ചയം നമ്മൾ പ്രാപിക്കുക എന്നുള്ളതാണ് ഇതിനെല്ലാം ജയിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത്. നമ്മുടെ സഭ പ്രത്യാശയിൽ നമ്മുടെ മക്കളെ വളർത്തുവാൻ, ആ പ്രത്യാശയുടെ ഉറപ്പ്. നമ്മൾ എന്തുകൊണ്ട് വ്യത്യസ്തരാണ്? ഇതിനെ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് 2 വേൾഡ് വ്യൂസ്. ഇതിനെ വേൾഡ് വ്യൂ എന്നാണ് ശരിക്കും പറയുന്നത്. അതായത് ഈ ഒരു ചിന്താഗതി, ഒരു മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്, വിവാഹത്തെ എങ്ങനെയാണ് കാണുന്നത്, ലോകത്തെ എങ്ങനെയാണ് കാണുന്നത്, ധനത്തെ എങ്ങനെയാണ് കാണുന്നത്, ഒരു ജോലിയെ എങ്ങനെയാണ് കാണുന്നത്, എന്റെ അടുത്തുള്ള സഹോദരനെ എങ്ങനെയാണ് കാണുന്നത്, ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത്. അതിന് ലോകത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്, ബുദ്ധിയുള്ളവരുടെ കാഴ്ചപ്പാടുണ്ട്, ആത്മാവിന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, അവന്റെ കൂടെ നമ്മൾ മരിച്ചു, അവന്റെ കൂടെ നമ്മൾ പുനരുത്ഥാനം ചെയ്തു. മരിച്ചു എന്നുള്ളത് കാൽവരി ക്രൂശിൽ സംഭവിച്ച കാര്യമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവന്റെ കൂടെ മരിച്ചത് കൊണ്ട് നമ്മൾ ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. മരിച്ചു എന്ന് എങ്ങനെ മനസ്സിലായി? ആൾക്കാർ കുത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഞാൻ മരിച്ചു. ഇനി ക്രിസ്തുവിന്റെ കൂടെ പുനരുത്ഥാനം ചെയ്തു എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അത് കൊളോസി ലേഖനം 3:1 പറയുന്നു, നാം അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഉയരങ്ങളിലുള്ളത് ചിന്തിപ്പിക്കും. നമ്മുടെ ചിന്തകൾ ഉയരങ്ങളിലേക്കാകുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു ആനന്ദമുണ്ട്. ആ ആനന്ദമാണ് ശരിക്കും ലോകത്തിന്റെ പ്ലഷേഴ്സിനെ അതിജീവിക്കാൻ നമുക്ക് ശക്തി തരുന്നത്. ഇതിന് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. ആത്മാവിന്റെ ജീവൻ കൊണ്ട് നമ്മൾ സാച്ചുറേറ്റഡ് ആയെങ്കിലേ നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റുകയുള്ളൂ. സൈക്കോളജിക്കൽ തന്ത്രങ്ങൾ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, നമ്മുടെ ജനത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം വീണ്ടും വീണ്ടും നമ്മുടെ ഹോർമോണുകൾ നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എപ്പോൾ മരണത്തിൽ വിശ്വസിക്കുന്നു, വെൻ ഐ കൺഫസ് ദാറ്റ് ഐ ഡൈഡ്, ഈ ഹോർമോണുകളെല്ലാം നിൽക്കും. ചില ആൾക്കാർ പറയുന്ന കേട്ടിട്ടില്ലേ, ഹോർമോൺ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ബ്രദറെ, എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. നിങ്ങൾ ഇന്നേ വരെ കേട്ടിട്ടുണ്ടോ, ഹോർമോൺ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ബ്രദറെ, എല്ലാവരോടും എനിക്ക് ഭയങ്കര സ്നേഹവും കരുണയൊക്കെ തോന്നുന്നു, അന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഹോർമോണും നമ്മളെ നന്നാക്കുന്നില്ല. എപ്പോൾ നമ്മൾ മരണം സമ്മതിക്കുന്നു, ഐ ഡൈഡ് എന്ന് സമ്മതിക്കുന്നോ, ആ സമയത്ത് നമുക്ക് അവന്റെ ജീവന്റെ അനുഭവത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും, ക്രിസ്തുവിന്റെ ജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. അതിനും ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഒരു സഹോദരി ഡോക്ടറാണ്. ഈ മരണം, ക്രൂശീകരണം അല്ലെങ്കിൽ വീണ്ടും ജന്മം, ആ വിഷയം മനസ്സിലാകാൻ വേണ്ടി അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ദിവസം അദ്ദേഹം, ആ സഹോദരി എന്നോട് പറഞ്ഞു, എനിക്കൊരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പൊ പറഞ്ഞു, എന്റെ കോളേജിൽ ഹോസ്പിറ്റൽ അറ്റൻഡർ ഉണ്ട്, ഈ അറ്റൻഡറുമായിട്ട് എനിക്ക് ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറ്റൻഡർ ഈ സഹോദരി നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിച്ചു. പൈസ കടം വാങ്ങിച്ചിട്ട് പിറ്റേ ദിവസം ആയപ്പം ഈ അറ്റൻഡർ, ഡോക്ടർ പറഞ്ഞു, ഭയങ്കര തിരക്കായിരുന്നു, ഒ പിയിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ ഈ ഡോക്ടർ ഈ അറ്റൻഡറോട് പറഞ്ഞു, ഒന്ന് സഹായിക്കാം, ഫാർമസി പോയി കുറച്ച് മരുന്നൊന്ന് മേടിച്ച് എനിക്ക് തരാമെന്ന് ചോദിച്ചു. 2 ടാബ്ലറ്റ് എടുത്തുകൊണ്ട് തരാമെന്ന് ചോദിച്ചു. ഇവരെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോ അവരെ ആ മനുഷ്യൻ പറഞ്ഞു, എന്നെ കൊണ്ട് സൗകര്യമില്ല, ഇതെന്റെ പണിയൊന്നുമല്ല, വേറെ അറ്റൻഡർമാർ ഇവിടെ ഇല്ലേ, അപ്പൊ വേറെ എല്ലാവരും ലീവാണ്, അപ്പൊ ആരും ഇല്ല. അപ്പൊ ഈ സഹോദരി പറഞ്ഞു, വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോ
ഇദ്ദേഹം സമ്മതിച്ചില്ല, ഭയങ്കര വഴക്കുണ്ടാക്കി, ചീത്തയും പറഞ്ഞ് എന്നെ കൊണ്ട് എല്ലാ പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു പോയി. അപ്പൊ ഈ സഹോദരിക്ക് ഭയങ്കര വിഷമമായി. തലേദിവസം കുറെ കാശൊക്കെ മേടിച്ചിട്ട് പോയതാ. അപ്പൊ എന്നോട് പറഞ്ഞു 2 ആഴ്ചയായിട്ടും എനിക്ക് ഇയാളെ കണ്ടിട്ട് ചിരിക്കാനോ സ്നേഹമായിട്ട് സംസാരിക്കാനോ പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെ നന്നാവും? അപ്പൊ ഞാൻ പറഞ്ഞു, നാളെ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും അവിടെ നോക്കി ചിരിക്കരുത്. ഞാൻ ചിരിക്കരുതോ? ചിരിക്കണ്ടേ? ഇല്ല, ചിരിക്കരുത്. കാരണം ചിരിച്ച ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരി അത്ര ഭംഗിയാവില്ല. കാരണം എന്താ? പൈസ അങ്ങോട്ട് കൊടുത്തു, അയാളുടെ വായിരിക്കുന്ന മുഴുവൻ കേട്ടു, എന്നിട്ട് നമ്മൾ ചിരിക്കുമ്പോൾ ആ ചിരിക്കൊരു സന്തോഷം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്നാലും ദുഷ്ടൻ നമ്മുടെ മനസ്സിൽ പറയും. തന്നെ ഇനി അഥവാ ചിരിച്ചിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഓ, അവൻ അത്രയും ഉപദ്രവം ചെയ്തിട്ടും എനിക്ക് അവനെ നോക്കി ചിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ തോന്നുന്ന മാനസാന്തരം പോലും അന്നേരം തോന്നുന്നില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാരണവശാലും ഒരു കള്ളച്ചിരി ചിരിക്കരുത്. അത് നിങ്ങളെ സ്വയനീതിക്കാരിയാക്കുകയുള്ളൂ. അതുകൊണ്ട് ഒറ്റ പണിയുള്ളൂ, അവിടെ ചെല്ലുമ്പോൾ, അവന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ മനസ്സിലാക്കുക, ഇത് എന്റെ കൂശാണ്, ഇവിടെ ഞാൻ മരിക്കും. നേരെ ചെന്നു മരിച്ചു. കർത്താവെ, ഞാനല്ല, നീയാണ് ജീവിക്കുന്നത്. ഒറ്റ വാക്ക് ഹൃദയത്തിനകത്ത്. നേരെ മുഖത്തോട്ട് നോക്കി ചിരിച്ചു. രണ്ടുപേരും ചിരിച്ചു, സന്തോഷമായിട്ട് ചിരിച്ചു. സന്തോഷമായിട്ട് ആ പ്രശ്നം സെറ്റിലായി. ആരാ സെറ്റിലാക്കിയത്? നമുക്കൊരു പകരക്കാരനുണ്ട്. വെൻ ക്രൈസ്റ്റ് ഡൈഡ്, ഐ ഡൈ. അവൻ മരിച്ചപ്പോൾ ഞാൻ അവന്റെ കൂടെ മരിച്ചു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവാണ്. അപ്പോൾ ഏത് പോയിന്റിലും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, എനിക്കൊരു പകരക്കാരനുണ്ട്. ഞാൻ മരിച്ചു, ഞാനല്ല ജീവിക്കുന്നത്. വീട്ടിലെ പ്രശ്നങ്ങൾ താങ്ങാൻ പറ്റുന്നില്ല, സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല, എഡ്യൂക്കേഷന്റെ സമ്മർദ്ദം, മാതാപിതാക്കളുടെ സമ്മർദ്ദം, സമപ്രായക്കാരുടെ സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല. മക്കളെ, സഹോദരങ്ങളെ, യൗവനക്കാരെ, നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവനാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ അത് ക്രിസ്തുവിന്റെ ജീവനാണ്. ആ ക്രിസ്തുവിന്റെ ജീവനെ എല്ലാ സാഹചര്യങ്ങളും ജയിക്കാൻ കഴിയും. കാരണം യു ഹാവ് എ സബ്സ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾക്കൊരു പകരക്കാരനുണ്ട്. അവൻ ക്രൂശിൽ നിങ്ങൾക്ക് പകരം മരിക്കുക മാത്രമല്ല ചെയ്തത്, അവൻ ആത്മാവിൽ നിങ്ങളുടെ ഉള്ളിൽ ഇന്നും വസിച്ച്, ആത്മാവിൽ അവൻ നമുക്ക് പകരക്കാരനാണ്. എന്ന് പറഞ്ഞാൽ, എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവൻ എനിക്ക് പകരക്കാരനാണ്. എന്റെ ബുദ്ധിയല്ല, അവൻ നിങ്ങളോട് പറയുന്ന ശബ്ദങ്ങളാണ് നിങ്ങൾ കേൾക്കേണ്ടത്. സോ ഐ ഷുഡ് ഡൈ ആൻഡ് ഹി ഷുഡ് ലീവ്. ഓരോ മോമെന്റിലും ജയാളികളായി ജീവിക്കാൻ നമുക്ക് യേശു ക്രിസ്തുവിന്റെ ജീവൻ നമുക്ക് ദാനമായി ലഭിച്ചിട്ടുണ്ട്. ആ ദാനമാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. ആ ദാനമാണ് പാപത്തെ ജയിക്കാൻ നമ്മളെ അനുവദിക്കുന്നത്. വി ക്യാൻ ലീവ് ബൈ ഫെയ്ത്ത്, ആൻഡ് ബൈ ഫെയ്ത്ത് വി ക്യാൻ ഓവർകം. നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ പറയും, നിങ്ങൾ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ എന്നാണ്. നമ്മൾ ജയിച്ച ജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെയ്ത്ത് ആണ്. ആ ഫെയ്ത്ത് എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? പൈസ തരുമെന്നോ നല്ല ജോലി തരുമെന്നോ ഒന്നുമല്ല, അതൊക്കെ ഉണ്ട്, അതല്ല. പക്ഷെ രക്ഷാകരമായ വിശ്വാസം. എനിക്ക് ഒരു പകരക്കാരനുണ്ട്, എനിക്ക് പകരം അവൻ ജീവിക്കും. എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ക്രൂശ് വരുമ്പോൾ അവൻ എന്നിൽ വസിച്ച് ആ ക്ഷമ എന്നിൽ ഉണ്ടാവും. എനിക്ക് ആനന്ദിക്കാൻ പറ്റാതെ വരുമ്പോൾ അവന്റെ ആനന്ദം എൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഹി വിൽ ലീവ് ഇൻ മീ. അവൻ എന്നിൽ വസിക്കും. അവന്റെ ജീവൻ ഞാൻ ജീവിക്കും. അപ്പൊ ഞാൻ ജീവിക്കുന്ന എന്റെ ജീവനല്ല, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ജീവനാണ്. ഇതാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. ഹി ഈസ് ലിവിങ് ഇൻ അസ്. അവന്റെ ജീവൻ ജീവിക്കാനുള്ള അവകാശം, മക്കളായിട്ട് ജീവിക്കാനുള്ള അവകാശമാണ്. ആ അവകാശത്തിലൂടെ മാത്രമാണ് നമുക്ക് പാപത്തെ ജയിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അവന് കർത്താവ് പറയുന്ന എന്ത് കൽപ്പന അനുസരിക്കാൻ പറ്റും. കാരണം ഹീസ് ലൈക്ക് എ വിൻഡ്. ഹീസ് നോട്ട് ബൗണ്ട് ബൈ ചെയിൻസ്. ഈ ലോകത്തുള്ള ചെയിനുകളാൽ അവൻ തടസ്സപ്പെടുന്നില്ല. ദൈവത്തിന്റെ ശബ്ദം മാത്രമാണ് അവനെ നടത്തുന്നത്. പക്ഷേ ശരിക്കുള്ള സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് അല്ല, അത് ക്രിസ്തു നമുക്ക് ദാനം ചെയ്ത ജീവനാണ്. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ നിങ്ങൾ വായിക്കേണ്ടത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ജീവനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ജീവൻ നമുക്ക് തരുന്നത് അവന്റെ ആത്മാവാണ്. അവന്റെ ആത്മാവ് എങ്ങനെയാണ് നമുക്ക് ജീവൻ തരുന്നത്? വി ലീവ് ഹിസ് ലൈഫ്. ഓക്കെ, യോഹന്നാന്റെ 10:10 പറയുന്നു, ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്നു. അല്ല, നല്ല ഇടയൻ ആടുകൾക്ക് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രേ ഞാൻ വന്നത്. 10:10. അപ്പൊ ശരിക്കും നമുക്ക് ജീവിക്കാൻ 2 ചാൻസ് ഉണ്ട്. ഒന്നുകിൽ എന്റെ ജീവിതം ജീവിക്കാൻ, അത് കാഴ്ചയാലാണ്. എന്നാൽ വേറൊരു സാധ്യതയുണ്ട്, ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കാം, അത് വിശ്വാസത്താലാണ്. ബൈ റീസൺ യു ലീവ് യുവർ ലൈഫ്, ബട്ട് ബൈ ഫെയ്ത്ത് യു ലീവ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾക്ക് കാഴ്ചയാൽ ജീവിക്കാനാണെങ്കിൽ, ഇന്ദ്രിയങ്ങളുടെ പ്ലഷറിൽ ജീവിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ തന്നെ ജീവിക്കാം. എന്നാൽ വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവനല്ല, നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിന്റെ ജീവനാണ് നമ്മൾ ജീവിക്കുന്നത്. വി ലീവ് ബൈ ഫെയ്ത്ത്. വിശ്വാസ ജീവിതം എന്താണെന്ന് മനസ്സിലായോ? ഇറ്റ്സ് ക്രൈസ്റ്റ് ലിവിങ് ഇൻ അസ്. കൂട്ടുകാരുടെ മുമ്പിലും എവിടെ ചെന്നാലും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ ഫെയ്ത്ത് ഇതാണ്, ഇറ്റ്സ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ഇൻ മീ. കൂട്ടുകാർ നിർബന്ധിക്കുമ്പോൾ, പിയർ പ്രഷർ ഉള്ളപ്പോൾ
എന്താ അവർ ധരിക്കുന്ന പോലെ വസ്ത്രം ധരിക്കാനും അവർ നടക്കുന്ന പോലെ നടക്കാനുമുള്ള പ്രഷർ ഉണ്ടാകുമ്പോൾ എൻ്റെ ഉള്ളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. അവർ നിന്ദിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ, സ്ട്രേഞ്ച് എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ സ്ട്രേഞ്ച് ആണ്. കാരണം കർത്താവിന്റെ നിന്ദ ചുമന്നുകൊണ്ട് എന്നോട് പാളയത്തിന് പുറത്ത് കിടക്കാൻ കർത്താവ് പറഞ്ഞതാണ്. ഐ ആം ഔട്ട്സൈഡ് ദ ടൗൺ, ജസ്റ്റ് ലൈക്ക് ജീസസ് സഫേർഡ് ഔട്ട്സൈഡ് ദ ടൗൺ. ഞാനും ഇതിന് വെളിയിൽ ഇറങ്ങിയവനാണ്. ഞാൻ ആ നിന്ദ ചുമക്കുന്നതാണ്. കാരണം ക്രൈസ്റ്റ് ഈസ് ലിവിങ് ഇൻ മീ. ക്രിസ്തു എന്നിൽ വസിക്കുന്നു. അവന്റെ കൂടെ ഞാൻ പുനരുത്ഥാനം പ്രാപിച്ചിരിക്കുന്നു. നിത്യമായ അവകാശത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുന്നു. ഈ ഒരു കോൺഫിഡൻസ് ആണ് നമ്മളെ ഈ ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന സഭയോട് ഇത് പറഞ്ഞുകൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, പാസ്റ്റർമാരെ, സുവിശേഷകരെ, രക്ഷയുടെ സുവിശേഷം, ക്രിസ്തു നമ്മിൽ പകരക്കാരനായി വരുന്ന യേശുവിന്റെ ജീവൻ നമ്മളിലേക്ക് കിടക്കുന്ന വീണ്ടും ജനനം എങ്ങനെ സംഭവിക്കുന്നു? ഇത് നമ്മുടെ മക്കൾ പഠിക്കണം. സഭയിൽ നിന്ന് തന്നെ അത് പഠിക്കണം. കുടുംബങ്ങളിൽ തന്നെ പഠിക്കണം. ഇങ്ങനെയുള്ള കോൺഫറൻസിന്, സെമിനാറിൽ അത് പഠിക്കാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് ബുദ്ധിപരമായ ഒരു ഐഡിയ മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. തുടർച്ചയായ ഇൻസ്ട്രക്ഷൻസ്, യേശുവിന്റെ ജീവനെ കുറിച്ചുള്ള പഠനങ്ങൾ, പാഠങ്ങൾ, എങ്ങനെയാണ് ആത്മാവിൽ ജീവിക്കേണ്ടതെന്നുള്ള പാഠങ്ങൾ സഭയ്ക്ക് മാത്രമേ നൽകാൻ കഴിയുള്ളൂ. അത് ജീവന്റെ വ്യാപാരം ചർച്ചിൽ ഉണ്ടാകണം. നമ്മൾ ഈ മരണത്തിന്റെ വ്യാപാരികളാകരുത്. ലോകത്തിൽ നശിച്ചു പോകുന്ന സാധനങ്ങളിലേക്ക് നോക്കി മോഹിപ്പിച്ച് അത്യാഗ്രഹികളാക്കി മാറ്റി നമ്മുടെ മനസ്സ് മുഴുവൻ ആത്മാവിന് കേൾക്കാതെ വഴങ്ങാതെയായി ജഡത്തിന്റെ മോഹങ്ങളെ പൂർത്തീകരിക്കാൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ തലമുറ നമുക്ക് നഷ്ടപ്പെടുക. ഒരു ജനറേഷനെ കഴിഞ്ഞാലുണ്ടല്ലോ, പെന്തക്കോസ്ത് വിശ്വാസം എന്തിനു വേണ്ടിയായിരുന്നെന്ന് പോലും അവർ മറന്നുപോകും. കാരണം അവരും നമ്മളും നോട്ടുകാരും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ലാതെ, ആ ഡിഫറൻസ് എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്കൊരു റോളുണ്ട്. ഇത്രയും മ്ലേച്ഛത, ക്രൂരത, സ്വന്തം ഭാര്യയെ കൊന്നു കളയാനും അടിച്ചു നശിപ്പിക്കാനും, അല്ലെ, എത്ര എണ്ണമാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷം കേട്ടത്. മനുഷ്യത്വം ഇല്ലാതെ പോകുന്ന സമയത്ത് പെന്തക്കോസ്തുകാർക്ക് എഴുന്നേറ്റെന്ന് പറയാം, ഞങ്ങളുണ്ട് കുറച്ച് മനുഷ്യരെ, കർത്താവ്, ട്രൂ ഹ്യൂമാനിറ്റി. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മാത്രമേ ഇവിടെ ശരിക്കും ജീവിച്ചുള്ളത്, യേശുക്രിസ്തുവാണ്. അവന്റെ ജീവൻ വഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കരുണയുള്ളവർ, സ്നേഹമുള്ളവർ, ജാതി മതങ്ങൾക്ക് അപ്പുറത്ത് ചിന്തിക്കുന്നവർ, പണത്തിന് മുകളിൽ അപ്പുറത്ത് ചിന്തിക്കുന്നവർ, ക്രിസ്തു ചിന്തിച്ച പോലെ ചിന്തിക്കുന്നവർ, അവന്റെ ലോക വ്യവസ്ഥ ഹൃദയത്തിൽ സ്വീകരിച്ചവർ, യേശു നടക്കുന്ന അതേ നടപ്പ്, അതേ ജീവൻ ജീവിക്കുന്ന മക്കൾ. ആ മക്കളായി മാറാൻ പ്രായമായവർക്ക് ഒരു ഇത്തിരി പാടായിരിക്കും. പക്ഷെ നമ്മുടെ യൗവനക്കാർക്ക് വളരെ എളുപ്പം സാധിക്കും. കാരണം പ്രായമായവർക്ക് ഒത്തിരി കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. പക്ഷെ യൗവനക്കാർക്ക് ജീവിതം മുഴുവൻ മുമ്പിൽ കിടക്കുകയാണ്. 15-ാം വയസ്സിലും 17-ാം വയസ്സിലും 18-ാം വയസ്സിലും ഒക്കെ കർത്താവിന് വേണ്ടി, കർത്താവെ ഞാനല്ല, നീ ജീവിക്ക്, കാറ്റുപോലെ നീ എന്നെ എങ്ങോട്ട് കൊണ്ടുപോയാലും ഐ സറണ്ടർ ടു യു എന്ന് പറയാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം. അതാ നമ്മൾ കൊടുക്കേണ്ട ട്രെയിനിങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ ആ വിഷയത്തിലേക്ക് അധികം ഡീപ്പായിട്ട് കടന്നില്ലെന്ന് എനിക്കറിയാം. എന്റെ കാരണം, നമ്മൾ എത്ര വിഷയത്തെ സൈക്കോളജിക്കലായിട്ട് അപ്രോച്ച് ചെയ്താലും യേശുവിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ നമുക്കതിനെ ജയിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ലോകത്തിൽ ഏറ്റവും വലുത്, നമ്മളൊരു മനുഷ്യനെ കാണുമ്പോൾ, ഞാൻ ഒരൊറ്റ മിനിറ്റ്, എനിക്കും 9:30 ഒരു മീറ്റിംഗ് ഉണ്ട്. ഒരു വിവാഹത്തിന് കാണാൻ എൻ്റെ ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു, കർത്താവ് ഒരു കല്യാണം പോയി കണ്ടിട്ട് ജഡീകമായ കാരണങ്ങളാൽ നോ പറയാനിട വരരുത്. അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെ പറയാൻ പറ്റും? ദൈവം സൃഷ്ടിച്ച, ദൈവത്തിന്റെ സദൃശത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ഒരാളെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇതിനെ മാർക്കറ്റാ? എങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും? ആളെ നോക്കി കർത്താവിനെ സ്തോത്രം ചെയ്യണ്ടേ? കർത്താവെ, നീ ഈ ലോകത്തിലെ സകലതിനേക്കാളും വാല്യൂബിൾ ആയിട്ട് സൃഷ്ടിച്ച ഒരു ഹ്യൂമൻ ബീയിങ് ആണ് അതെന്ന് സ്തോത്രം ചെയ്യണ്ടേ? ചെയ്യണം. അതുകൊണ്ട് എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു, കർത്താവ് നീ കാണിച്ചിരുന്ന ആളുടെ അടുത്തേക്ക് മാത്രമേ ഞാൻ പോകാവൂ, ഒരാളുടെ അടുത്തേക്ക് മാത്രമേ പോകാവൂ. നീ കാണിച്ചു തരണം. എന്റെ ജഡം കാണിക്കരുത്, എന്റെ സമൂഹം കാണിക്കരുത്, എന്റെ സ്വത്ത് എനിക്ക് പറ്റിയ ആളെ കാണിച്ചു തരരുത്, എനിക്ക് എന്റെ വിദ്യാഭ്യാസം എനിക്ക് പറ്റിയ ആളെ കാണിച്ചു തരരുത്. നിന്റെ ആത്മാവ് കാറ്റുപോലെ നീ കാണിച്ചു തരുന്ന ആളെ എനിക്ക് വേണം. അത് നീ കാണിച്ചു തരുന്നു. കാരണം അവിടെ ഞാൻ സബ്മിറ്റഡ് ആകും. കാരണം നിന്റെ വേൾഡ് വ്യൂ ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ച പോലെ തന്നെ ഈ ലോകത്തെ എല്ലാ മനുഷ്യരുടെയും പ്രാണൻ പ്രധാനമാണ്. ഡോണ്ട് ലുക്ക് അറ്റ് എ പേഴ്സൺ ആൻഡ് സേ ദിസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മീ. ഹു ആർ യു? നിങ്ങളാരാ ഇത്ര വലിയ ആള്? യു ആർ ഓൾസോ എ സിന്നർ ബോൺ ഓഫ് ആഡം. അല്ലെ, ആദമിന്റെ സന്തതികൾ എത്ര വലിയ കുടുംബമായാലും ആദമിന്റെ സന്തതികൾ. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വി ആർ ഓൾ സിന്നേഴ്സ്. ദർ ഇസ് ഓൺലി വൺ റൈച്ചസ് മാൻ ആൻഡ് ദാറ്റ്സ് ക്രൈസ്റ്റ്. ആ ക്രിസ്തുവിന്റെ ജീവൻ പകരം നമുക്ക്, നമ്മുടെ ആദമിക ജീവന് പകരം ക്രിസ്തുവിന്റെ ജീവൻ നമുക്ക് പകരമായിട്ട് വരുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരും കർത്താവിന്റെ സ്നേഹത്തിൽ കാണാൻ നമുക്ക് കഴിയും. അതിൽ നിന്ന് വേണം നമ്മൾ ലോകത്തെ നോക്കാൻ, മനുഷ്യരെ നോക്കാൻ.